ഒരു പാപവും ചെയ്യാത്ത യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ഈ ദൈവവചനത്തിൽ നിന്ന് ആണ് ഞാൻ സംസാരിക്കുന്നത്. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ കറുത്ത പുസ്തകം സത്യവേദ പുസ്തകം എന്ന് പറയും. പ്രത്യേകിച്ച് ഞങ്ങളെ ഓൺലൈനിൽ കേൾക്കുന്നവർക്കും സ്വാഗതം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇതിലൊരു വാക്യം പഴയ നിയമത്തിലൊരു പ്രവചന പുസ്തകമായ യെശയ്യാവിലുണ്ട്. യെശയ്യാവിൻ്റെ പുസ്തകം 9-ാം അധ്യായം 6-ാം വാക്യം. ഐസയ ചാപ്റ്റർ 9:6. യെശയ്യാവ് 9-ാം അധ്യായം 6-ാം വാക്യം. അത് മലയാളത്തിൽ ഇങ്ങനെയാണ്: നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു. പലരുടെയും പ്രശ്നം അവിടെ കൊണ്ട് ഫുൾ സ്റ്റോപ്പ്. അൺടു അസ് എ ചൈൽഡ് ഈസ് ബോൺ. ഇപ്പം നമ്മൾ ഈ പാട്ട് തുടങ്ങിയ ശേഷം ഈ തിരുവനന്തപുരത്ത് തന്നെ SIT ആശുപത്രിയിലും തക്കാട്ട് ആശുപത്രിയിലും പ്രൈവറ്റ് ആശുപത്രിയിലായിട്ട് എത്രയെങ്കിലും കുഞ്ഞുങ്ങൾ ഇതിനോടകം ജനിച്ചു കാണും. ശരിയല്ലേ? അപ്പോൾ ഒരു ശിശു ജനിക്കുന്നത് വലിയ കാര്യമൊന്നുമല്ല. എവ്രിവേ ബീം ബോൺ എത്രയോ കുഞ്ഞുങ്ങൾ ജനിക്കുന്നു. അപ്പം നമുക്കിന്ന് ഒരു വലിയ പ്രശ്നമായിട്ടിരിക്കുന്നത് ലോകമെമ്പാടും ക്രിസ്മസ് എന്ന് പറയുമ്പം വി ഓൺലി ടോക്ക് അബൌട്ട് എ ചൈൽഡ് ഹു വാസ് ബോൺ. ഒരു കുഞ്ഞ് ജനിച്ചു, അത്രയേ ഉള്ളൂ. പക്ഷേ അവിടെ കൊണ്ട് ഫുൾ സ്റ്റോപ്പ് ഇടരുത്. അടുത്ത ഭാഗം കൂടെ വായിക്കണം. നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. അൺടു അസ് എ സൺ ഈസ് ഗിവൺ. എ ചൈൽഡ് ഈസ് ബോൺ എന്ന് പറയുന്നത് ഒന്ന്, എ സൺ ഈസ് ഗിവൺ. ഒരു കുഞ്ഞ് ജനിച്ചു എന്ന് പറയുന്നത് വലിയ കാര്യമൊന്നുമല്ല. പക്ഷേ നമുക്ക് ഒരു മകനെ നൽകി എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ചോദ്യം വരും. ആര് നൽകി? ആരെയാണ് നൽകിയത്? ഈ മകൻ ആരാണ്? ആർക്കാണ് നൽകിയത്? എന്തിനാണ് നൽകിയത്? ഹൂ ഗേവ്? ടു ഹൂം വാസ് ഇറ്റ് ഗിവൺ? ഹൂ വാസ് ഗിവൺ? ആൻഡ് ഫോർ വാട്ട് വാസ് ദി സൺ ഗിവൺ? ഈ 4 ചോദ്യങ്ങൾ നമുക്ക് ഒന്ന് ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ്. ഒരു ശിശുവിൻ്റെ ജനനമല്ല ക്രിസ്മസ്. ഒരു മകനെ നമുക്ക് വേണ്ടി നൽകി എന്നുള്ളതാണ് ക്രിസ്മസ്. ഇന്ന് ലോകമെമ്പാടും ഒരു ശിശുവിൻ്റെ ജനനമായി മാത്രം ക്രിസ്മസ് ആഘോഷിക്കപ്പെടുമ്പോൾ ഇന്ന് ഞാൻ വായിച്ച വചനത്തിലൂടെ ഒരു മകനെ പിതാവായ ദൈവം നമുക്ക് നൽകിയത് പിതാവായ ദൈവം, സൃഷ്ടിതാവായ ദൈവം. ആരെ നൽകി? ഒരേ ഒരു മകനെ ഉണ്ടായിരുന്നുള്ളൂ. ഏകജാതനായ മകനെ നമുക്ക് നൽകി. ആർക്ക് നൽകി? മുഴുവൻ ലോകത്തിനും നൽകി. അതിൻ്റെ അർത്ഥം ക്രിസ്ത്യാനികൾക്കല്ല നൽകിയത്. ഇന്ന് പലപ്പോഴും ക്രിസ്ത്യാനികൾക്കൊരു തോന്നലുണ്ട്, യേശു ഞങ്ങളുടെയാണെന്ന്. ആര് പറഞ്ഞു? യോഹന്നാൻ 3:16 ഇങ്ങനെയാണ് വാക്യം: തൻ്റെ ഏകജാതനായ മകനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതിരിക്കേണ്ടതിന്, നിത്യജീവൻ അവർക്ക് പ്രാപിക്കേണ്ടതിന് അവരെ സ്നേഹിച്ചിട്ട്, അത്രയ്ക്ക് സ്നേഹിച്ചിട്ട് പിതാവ് അവനെ നൽകിയെന്നാണ്. ലോകത്തിന് നൽകി. അപ്പം ദൈവം ഈ മകനെ അയച്ചത് ലോകത്തിലേക്കാണ്. ലോകത്തിലുള്ള സർവ്വ മനുഷ്യർക്കും വേണ്ടിയാണ് തൻ്റെ പുത്രനെ അയച്ചത്. അല്ലാതെ ക്രിസ്ത്യാനികൾക്കോ ഒരു പ്രത്യേക വിഭാഗക്കാർക്കോ ഒന്നുമല്ല. തീർച്ചയായിട്ടും എല്ലാവർക്കും ആണെന്നുള്ള കാര്യം ഓർക്കണം. ആ മകൻ്റെ പേര് അതിൻ്റെ അടുത്ത വാക്യത്തിലുണ്ട്. എന്താണെന്നറിയാമോ? ആധിപത്യം അവൻ്റെ തോളിലിരിക്കും. ആധിപത്യം, അതോറിറ്റി അവൻ്റെ തോളിലിരിക്കും. അടുത്തത്, അവന് അത്ഭുത മന്ത്രി, വീരനാം ദൈവം. അത്ഭുത മന്ത്രി എന്ന് പറയുന്നത് നമുക്ക് ആ കൂടെയുള്ള നമ്മുടെ ഗവൺമെൻറ്റിലെ മന്ത്രിമാരെ മാത്രമേ അറിയാവൂ. പക്ഷേ വണ്ടർഫുൾ കൗൺസിലർ എന്നാണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പം കൗൺസിലർ വന്നു, വണ്ടർഫുൾ കൗൺസിലർ. ബൈബിൾ പ്രകാരം അത്ഭുതമായിട്ട് ഒരു കൗൺസിലറേ ഉള്ളൂ. അത് കോർപ്പറേഷൻ കൗൺസിലറല്ല, അത് യേശു ക്രിസ്തുവാണ്. അല്ലേ? അപ്പം ഹൂ നീഡ്സ് എ കൗൺസിലർ? ഹൂ നീഡ്സ് കൗൺസിലർ ചോദിച്ചാൽ ദ വൺ ഹൂ ഈസ് ട്രബിൾഡ്. കലങ്ങിയിരിക്കുന്നവർ, ചഞ്ചലപ്പെട്ടിരിക്കുന്നവർക്ക്, അവർക്ക് ഒരു ആശ്വാസം പകരാനാണ് ഈ അത്ഭുതവാനായ ഈ കൗൺസിലർ വന്നിരിക്കുന്നത്. അടുത്തത് അവനാണ് ആരാണ്? വീരനാം ദൈവം, ദ മൈറ്റി ഗോഡ് എന്നാണ്. ആർക്കാണ് ഒരു വീരനായ, ഒരു ശക്തിയുള്ള, ശക്തിമാനായ ദൈവത്തെ ആവശ്യം? ബലഹീനരായ നമുക്ക്. മനുഷ്യരെല്ലാം നമ്മൾ ബലഹീനരാണ്. നമുക്കാണ് ഒരു ശക്തിയുള്ള ദൈവമുള്ളത്. അടുത്തത് നിത്യപിതാവ്. യേശു ദൈവമാണോ എന്നൊരു ചോദ്യം ചോദിക്കാറുണ്ട്. ഈ വാക്യത്തിൽ ഉത്തരവുണ്ട്. അല്ലേ? ഈ വാക്യത്തിൽ ഉത്തരവുണ്ട്. എത്രായിരം വർഷം മുമ്പ്, യേശു ജനിക്കുന്നതിന് എത്രായിരം വർഷം മുമ്പ് എഴുതപ്പെട്ട ഈ പ്രവചന പുസ്തകത്തിൽ യേശു ദൈവമാണ് എന്ന് തന്നെ അവിടെ ഉത്തരവുണ്ട്.
ഇന്ന് പലപ്പോഴും പലരും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പല ക്രിസ്ത്യാനികൾക്ക് പോലും ഉത്തരം പറഞ്ഞു കൊടുക്കാൻ അറിയത്തില്ല. അയ്യോ ശരിയാണ്, യേശു ദൈവമല്ലല്ലേ, ദൈവപുത്രനല്ലേ, അപ്പോൾ യേശു ദൈവമല്ല. ഇതൊക്കെയാണ് നമ്മൾ പറയുന്നത്. അല്ല, യേശുവിൻ്റെ പേര് തന്നെ നിത്യനായ വീരനാം ദൈവം നിത്യനാം പിതാവ്. ഹൂ നീഡ്സ് എ ഫാദർ? ഒരു പിതാവിനെ ആർക്കാണ് ആവശ്യം? ഹൂ നീഡ്സ് എ ഫാദർ ഫോർ ദ ലോൺലി, അല്ലേ, ഏകാന്തത അനുഭവിക്കുന്നവർക്ക്, ഒറ്റപ്പെട്ടവർക്ക്, ആൻഡ് ഫോർ ദ ലോസ്റ്റ്, നഷ്ടപ്പെട്ടവർക്ക്, അവർക്ക് മടങ്ങി വരാൻ ഒരു പിതാവിൻ്റെ ഒരു സന്നിധി അവർക്ക് ആവശ്യമാണ്. ഇന്ന് ലോകത്ത് നഷ്ടപ്പെട്ടു പോയ എല്ലാവരെയും കാത്തിരിക്കുന്ന ഒരു പിതാവുണ്ടെങ്കിൽ അത് സ്വർഗത്തിലെ പിതാവ് മാത്രമാണ്, അല്ലേ? ഇഫ് അറ്റ് ഓൾ ദർ ഇസ് എ ഫാദർ ഹു ഈസ് വെയിറ്റിംഗ് ഫോർ ദ ചിൽഡ്രൻ ടു റിട്ടേൺ, ദാറ്റ്സ് ദ ഫാദർ ഹു ഈസ് ഇൻ ഹെവൻ. അങ്ങനെയെങ്കിൽ അങ്ങനെയുള്ള പിതാവാണ്. അടുത്തത് സമാധാന പ്രഭു. ഹീ ഈസ് എ പ്രിൻസ് ഓഫ് പീസ്. യേശു ആരാണ്? സമാധാനത്തിൻ്റെ പ്രഭു. അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ഹൂ നീഡ്സ് പീസ്? ദ വൺസ് ഹു ആർ അപ്സെറ്റ്. ആരാണ് അപ്സെറ്റ് ആയിരിക്കുന്നത്? അവർക്ക് സമാധാനം വേണം. ഇന്ന് പല കുടുംബങ്ങളും അപ്സെറ്റാണ്, അല്ലേ? പല സമൂഹങ്ങളും അപ്സെറ്റാണ്. പലരുടെയും ജീവിതം വളരെ കലക്കത്തിലാണ്, അല്ലെങ്കിൽ മെനി ആർ വെരി ആംഗ്രി, വളരെ കോപത്തിലും രോഷത്തിലും ഒക്കെയാണ് ഇരിക്കുന്നത്. അവിടെയാണ് സമാധാനം വേണ്ടത്. ഇന്ന് ലോകത്തിൻ്റെ സമാധാനത്തിന് ഈ പറഞ്ഞ ഐക്യരാഷ്ട്ര സംഘടനയോ ഒന്നുമല്ല കാരണം. ഈ പറഞ്ഞ സമാധാന പ്രഭുവായ യേശുവിൻ്റെ സാന്നിധ്യം കൊണ്ട് മാത്രമേ നമുക്ക് സമാധാനം കിട്ടൂ. യേശുവിലൂടെ മാത്രമേ നമുക്ക് സമാധാനമുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം, വി വെയിറ്റ് ഫോർ എ ക്രിസ്മസ് ബിഫോർ വി മേക്ക് എനി അറ്റംപ്റ്റ് ടു ഷെയർ ദ ഗോസ്പൽ വിത്ത് ദോസ് ഹു ഡോണ്ട് ഹാവ് ഹേർഡ് ഓഫ് ജീസസ്. ഒരു ക്രിസ്തുമസ് വരണം ഈ ക്രിസ്തുവിനെ പറ്റി പറയാൻ. പക്ഷേ ബൈബിളിലെങ്ങും നിങ്ങൾ ക്രിസ്മസ് തോറും പോയി യേശുവിനെ പറ്റി പറയുന്നല്ല. നിങ്ങൾ എല്ലാ നാളും എല്ലായിടവും പോയി എല്ലാവരോടും, അല്ലേ, പോയി ഈ സദ്വർത്തമാനം പറയണമെന്നാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇപ്പം ഈ കഴിഞ്ഞ 1-2 ആഴ്ചയായിട്ട് ഈ ചർച്ചിലുമുള്ള അനേക ടീമുകൾ പല സ്ഥലങ്ങളിൽ, ഇന്നലെ മാരവീയം വീതിയിൽ 4 ദിവസമായിട്ടുണ്ടായിരുന്നു, ഞാനും ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം എല്ലായിടത്തും ഇന്നലെ എയർപോർട്ടിൽ വൈകിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പം നമ്മുടെ ഒരു ഫാമിലി പൂജപ്പര ജയിലിൽ പോയിരിക്കുകയാണ് ഈ സന്ദേശം പറയാൻ വേണ്ടി. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല സ്ഥലങ്ങളിൽ പോയി ഈ സുവിശേഷം പറഞ്ഞു. പക്ഷേ ഇത് ക്രിസ്മസ് വരാൻ കാത്തിരിക്കേണ്ട. എനിക്കിപ്പോഴും മനസ്സിലാകാത്തത്, വൈ ഡു വി വെയിറ്റ് ഫോർ എ ക്രിസ്മസ് ടു കം ടു ഷെയർ ദ ഗുഡ് ന്യൂസ് അബൌട്ട് ജീസസ്? യു ക്യാൻ ഡു ഇറ്റ് എവറി ഡേ. നമുക്ക് എല്ലാ ദിവസവും ചെയ്യാവുന്നൊരു കാര്യമാണ്. ഇന്ന് ക്രിസ്മസിനെ സംബന്ധിച്ച് 2-3 കാര്യങ്ങൾ മത്തായി എഴുതിയ സുവിശേഷം, പ്രത്യേകിച്ച് സുവിശേഷങ്ങളിലാണ് യേശുവിൻ്റെ ജനത്തെപ്പറ്റി വളരെ വ്യക്തമായി ചില അറിവുകൾ നമുക്ക് ലഭിക്കുന്നത്. മത്തായി 1:23 വായിക്കുകയാണെങ്കിൽ, മാത്യു ചാപ്റ്റർ 1 ആൻഡ് വേഴ്സ് 23, അവിടെ നമ്മൾ കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കും. ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. യേശുവിൻ്റെ പേരെന്താണ്? ഇമ്മാനുവേൽ. എന്താണ് ആ പേരിൻ്റെ അർത്ഥം? ഗോഡ് വിത്ത് അസ്. ദൈവം നമ്മോട് കൂടെ, ദൈവം നമ്മോട് കൂടെ. ഇന്നത്തെ ഏറ്റവും വലിയ സങ്കടം, ഇന്ന് ക്രിസ്മസ് ഈ പറഞ്ഞ പോലെ യേശുവിൻ്റെ ജനനം എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇന്നത്തെ പുതിയ തലമുറയോട് ഇന്ന് ആരുടെ ബർത്ത്ഡേ ആണെന്ന് ചോദിച്ചാൽ, ഈ പിള്ളേർക്കറിയാമെന്ന് തോന്നുന്നു, സാധാരണ ഒരു ആവറേജ് പിള്ളേരോട് ചോദിച്ചാൽ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ ബർത്ത്ഡേ ആണെന്ന് പറയും, അല്ലേ? ഏറ്റവും വലിയ സങ്കടമാണ്, വി ഹാവ് ടേൺ ക്രിസ്മസ് ടു ദ ബർത്ത്ഡേ ഓഫ് സാന്റാക്ലോസ്. സാന്റാക്ലോസിൻ്റെ ബർത്ത്ഡേ അല്ല ഇത്, യേശുവിൻ്റെ ജന്മദിനമാണ്. ഇന്നിപ്പോൾ ഇന്നലെ തന്നെ ഞാൻ പലയിടത്തും കണ്ടു ക്രിസ്മസ് അപ്പൂപ്പന്മാരുടെ ഘോഷയാത്ര, അല്ലേ? ഇത് ശരിക്കും പറഞ്ഞാൽ ബിസിനസ്സാണ്. നിങ്ങൾ ഈ ചുമന്ന സാധനവും തുപ്പിയും വേഷവും കുടവയറും താടിയും ഇതൊക്കെ വിൽക്കാൻ വേണ്ടിയുള്ളൊരു ബിസിനസ് എന്നല്ലാതെ വേറെ ഒന്നുമില്ല. ആ മൂപ്പിലാന് ക്രിസ്മസായിട്ട് യാതൊരു ബന്ധവുമില്ല കേട്ടോ. അങ്ങനെ ഒരു സാന്റ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ഒരു സെയിൻറ്റ് നിക്കോളാസ് എന്ന് പറഞ്ഞൊരു ബിഷപ്പ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് 3 പെൺകുട്ടികളുണ്ടായിരുന്നു, ദരിദ്രരായിരുന്നു. ചിമ്മിനി കൂടെ അവർക്ക് സ്വർണം സമ്മാനമായിട്ട് അകത്തോട്ട് ഇടുമെന്ന് ഇങ്ങനെയൊക്കെ കുറേ കഥയൊക്കെ ഉണ്ട്. അത് ദാറ്റ്സ് ഓക്കെ, കുറേ ഫെയർ ടെയിൽ, ദാറ്റ്സ് ഓക്കെ. പക്ഷെ അത് ക്രിസ്മസുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ നമുക്ക് ബൈബിൾ ഈ മത്തായി സുവിശേഷം വായിക്കുമ്പം, നമ്മൾ 1-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു പോകുമ്പം ശ്രദ്ധിക്കണം, ആദ്യത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ അവിടെ ഒരു വംശാവലിയാണ്, ജീനിയോളജി എന്ന് പറയും. അവരുടെ കുടുംബചരിത്രമാണ്, യേശുവിൻ്റെ കുടുംബചരിത്രമാണ്. അത് കുടുംബം പുറകോട്ടുള്ള ഓരോരുത്തർ ആര് ജനിപ്പിച്ചു, ഇങ്ങനെയുള്ളൊരു ചരിത്രമാണ്. അപ്പോൾ അതിനകത്ത് ഇൻട്രസ്റ്റിംഗ്ലി ഒരു പോയിൻ്റ് ഞാൻ പറയാം. എവ്രി സെയിൻറ്റ് ഹാസ് എ പാസ്റ്റ് ആൻഡ് എവ്രി സിന്നർ ഹാസ് എ ഫ്യൂച്ചർ. ഒന്നുകൂടെ ഞാൻ നിർത്തി പറയാം. എല്ലാ വിശുദ്ധന്മാർക്കും ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു, ഒരു പിൻകാലം ഉണ്ടായിരുന്നു.
അതത്ര നല്ലതല്ലായിരുന്നിരിക്കാം ഒരു പക്ഷേ അതേ സമയത്ത് എല്ലാ പാപിക്കും ഒരു ഭൂതകാലവുമുണ്ട്, അല്ല ഒരു ഭാവി കാലവുമുണ്ട്, അല്ലേ? നമ്മളീ പറയുന്ന രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നവർക്കെല്ലാം നമ്മൾ പിറന്നപ്പോഴേ വീണ്ടും ജനിച്ചല്ല വന്നത്, നമ്മൾ വീണ്ടും ഒന്നുകൂടെ ജനിച്ചാണ്ട് വീണ്ടും ജന്മം പ്രാപിച്ചത്. അതിൻ്റെ അർത്ഥം വീണ്ടും ജനിക്കുന്നതിന് മുമ്പുള്ളൊരു ജീവിതം ചിന്തിച്ചു നോക്കിയാൽ അത്ര നല്ല ജീവിതമല്ല, അത്ര പറയാൻ കൊള്ളാവുന്നതായിരിക്കത്തില്ല. ഒരു പക്ഷേ നിങ്ങൾ ചിലരെങ്കിലും പറയും അത്ര പറയാൻ കൊള്ളാവുന്നൊരു അവസ്ഥയല്ല എൻ്റെ ജീവിതം. ശരിയാണ്. പക്ഷേ അവിടെ നമ്മൾ വായിക്കുമ്പം ആ യേശുവിൻ്റെ വംശാവലി പുറകോട്ട് വായിച്ചു പോകുമ്പം അത് ആദാം തൊട്ട് താഴോട്ടിങ്ങ് ഉണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ പുത്രനായ ആദാമിൻ്റെ പുത്രൻ, അത് കഴിഞ്ഞ പുത്രൻ, ഇങ്ങനെ എത്രയോ തലമുറ കഴിഞ്ഞാണ് യേശു ജനിക്കുന്നത്. അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അവിടെ ഒരു കാര്യം ഓർക്കണം, അതിലൊട്ടും പ്രതീക്ഷിക്കാത്ത ഒരു 4 പേരുടെ കാര്യം ഇവിടെ എഴുതിയിട്ടുണ്ട്. അതാരൊക്കെയാണെന്നറിയാമോ? ഒരു 4 സ്ത്രീകളുടെ കാര്യം എഴുതിയിട്ടുണ്ട്. താമാർ എന്ന് പറഞ്ഞൊരു കനാന്യ സ്ത്രീ, അത്ര നല്ല ചരിത്രമല്ല അവരുടെ. ആ കഥ ബൈബിളിൽ വായിച്ചാൽ അത്ര നല്ല കഥയല്ല, പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നൊരു കഥയല്ല, പരസ്യമായിട്ട് വീട്ടിലിരുന്ന് പറയാൻ കൊള്ളാത്ത കഥയാണ്. പക്ഷേ അത് ബൈബിളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ സ്ത്രീ യേശുവിൻ്റെ ഒരു വലിയ മൂമയായിട്ട് വന്നു. അടുത്തത് രഹാബ് എന്നൊരു കനാന്യ സ്ത്രീ, അവരും. പക്ഷേ അവരുടെ എഴുതിയിരിക്കുന്നത് ഇപ്പോഴും പുതിയ നിയമത്തിൽ അവരെ പറ്റി എഴുതിയിരിക്കുന്നത് രഹാബ് എന്ന വേശ്യ. ഇന്നത്തെ പുതിയ ഭാഷയിലാണ് സെക്സ് വർക്കർ എന്ന് പറയാം, അല്ലേ? ലൈംഗിക തൊഴിലാളി എന്നൊക്കെയാണ് ഇപ്പം ഇന്ന് പറയുന്നത്. അപ്പം അവരെങ്ങനെ യേശുവിൻ്റെ ചരിത്രത്തിൽ വന്നു? അവർക്കെന്ത് കാര്യം? യേശു എന്ന് പറഞ്ഞ വിശുദ്ധനായ ദൈവത്തിൻ്റെ പുത്രനല്ലേ? പക്ഷെ മനുഷ്യനായിട്ട് അവതരിച്ചപ്പം ആ മനുഷ്യർ കുടുംബങ്ങളുടെ ചരിത്രം എഴുതി വന്നപ്പം ആ ചരിത്രത്തിൽ ഇങ്ങനെ ചില സ്ത്രീകളുടെ പേര് ഇടം പിടിച്ചു. അതിൽ ഒന്ന് താമാർ എന്ന് പറഞ്ഞ അമ്മായിയപ്പനാൽ ഗർഭിണിയായ ഒരു മരുമോള്, എത്ര മോശം. അടുത്തത് ഒരു വേശ്യയായ സ്ത്രീ. മൂന്നാമത് ദാവീദ് പാപം ചെയ്ത, അല്ലെങ്കിൽ ബത്ശേബ എന്ന് പറഞ്ഞ ഒരു സ്ത്രീ. അടുത്തത് അതിന് തൊട്ടു മുമ്പ് രൂത്ത് എന്ന് പറഞ്ഞൊരു മോവാബ്യ സ്ത്രീ, ഒരു പുറജാതിക്കാരത്തിയായൊരു സ്ത്രീ. യേശുവിനും അല്ലെങ്കിൽ ബഹുദന്മാരുമായിട്ട് യാതൊരു സംസർഗവും ഇല്ല. അങ്ങനെയുള്ളൊരു സ്ത്രീയും യേശുവിൻ്റെ വല്യമ്മയായിട്ട് വന്നു. ഏറ്റവും ഒടുവിൽ മറിയ എന്ന ദൈവത്തിൻ്റെ കൃപ ലഭിച്ച, യേശുവിനെ ജനിപ്പിക്കുവാൻ ഭാഗ്യമുണ്ടായ, അല്ലേ, പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി ജനിപ്പിക്കുവാനിടയായ മറിയ. ഇത്രയും പേരുടെ പേര് ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു കാര്യം ഓർക്കണം, ആരെയും ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയും. ഇത്രയും പറഞ്ഞപ്പോൾ നിങ്ങൾക്കെല്ലാം സന്തോഷം തോന്നി. പക്ഷേ അതിനേക്കാളും ഇങ്ങനെ ചിന്തിക്കാമോ? ഗോഡ് ക്യാൻ യൂസ് മീ. ദൈവത്തിന് എന്നെയും ഉപയോഗിക്കാൻ കഴിയും. അല്ലെങ്കിൽ ദൈവത്തിന് ഗോഡ് ക്യാൻ യൂസ് അസ്, ഞങ്ങളെയും ഉപയോഗിക്കാൻ കഴിയും, അല്ലേ? ഇന്നത്തെ ആ വംശാവലിയിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, അതിനകത്തൊരു സാറ ഇല്ല, അതിനകത്തൊരു റെബേക്ക ഇല്ല, അതിനകത്തൊരു ഹന്ന ഇല്ല. അവരൊക്കെ ബൈബിളിൽ വലിയ ആൾക്കാരാണ്. പക്ഷേ യേശുവിൻ്റെ വംശാവലിയിൽ അവരുടെ പേരല്ല എഴുതിയിരിക്കുന്നത്. പക്ഷേ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു, നമ്മളായിരുന്നെങ്കിൽ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് വിട്ടേനെ. പക്ഷേ ആ പേരുകൾ പരിശുദ്ധാത്മാവ് ബൈബിളിൽ ചേർത്തു. അതിൻ്റെ അർത്ഥം ആരെയും ദൈവം ഒഴിവാക്കുന്നില്ല. ഇന്നും ആരെയും ദൈവത്തിനടുത്ത് ഉപയോഗിക്കാൻ കഴിയും. ഇന്ന് പലപ്പോഴും നമ്മുടെ പ്രശ്നം, നമ്മൾ നന്നായിട്ടൊക്കെ ഒന്ന് ജീവിക്കുന്നെങ്കിലും പുറകോട്ട് നമ്മുടെ ജീവിതം ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കത് ഓർക്കാൻ തന്നെ ഇഷ്ടമില്ല, അല്ലേ? നമുക്ക് ഒരുപക്ഷെ അപമാനം കൊണ്ട് നമ്മുടെ തല താണെന്നിരിക്കും, ഒരുപക്ഷെ ലജ്ജ കൊണ്ട് നമ്മൾ മൂടപ്പെടും. പക്ഷേ അവിടെയാണ് ഓർക്കേണ്ടത്, പിശാച് എപ്പോഴും ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഹി ഓൾവേസ് കംസ് ആൻഡ് റിമൈൻഡ്സ് അവർ പാസ്റ്റ്. എന്താണ്? നമ്മുടെ പഴയ അവസ്ഥ പിശാച് എപ്പോഴും വന്ന് എന്ത് ചെയ്യും? ഓർമ്മിപ്പിക്കും. ഈ പിശാച് ആരോടെങ്കിലും അടുത്ത് വന്ന് നിങ്ങളുടെ പഴയ കാര്യം ഒന്ന് ഓർപ്പിക്കുന്നെങ്കിൽ ഞാൻ ഒരു ചെറിയൊരു ട്രിക്ക് പറഞ്ഞുതരാം. തിരിച്ച് അവനെ ഒന്ന് ഓർപ്പിക്കണം. എന്താണെന്നറിയോ? അവൻ്റെ ഭാവി കാലം ഒന്ന് ഓർപ്പിച്ചേക്കണം. കൂടെ നമ്മളടുത്ത് വന്ന് പറയും, നിന്നെ എനിക്കറിയാം, ഇതല്ലേ പാർട്ടി, നിന്നെ എനിക്കറിയാം എന്ന് പറയുമ്പം, നീ പണ്ട് ഇതല്ലേ ചെയ്തത്, നീ പണ്ട് ഇങ്ങനെയല്ലേ ആയിരുന്നേ ചോദിക്കും. നമ്മൾ തിരിച്ചു പറയണം, അതെ ഞാൻ പണ്ട് അങ്ങനെ ആയിരുന്നു, ശരിയാണ്. പക്ഷേ നാളെ നിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയാമോ? നിന്നെ എരിയുന്ന തീപ്പൊയ്കയിലിട്ട് കളയും. അതങ്ങ് പറഞ്ഞാൽ മതി, പുള്ളി പൊയ്ക്കോളും, അല്ലേ? ഇവൻ വന്ന് നമ്മുടെ പഴയ കാര്യം പറയുമ്പോൾ, അയ്യോ ഓർപ്പിച്ചതിന് നന്ദി കേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മളത് അതുപോലെ ഏറ്റെടുത്ത് അന്നത്തെ ദിവസം പോയി കെട്ടി. രാവിലെ എഴുന്നേൽക്കുമ്പോഴേ പിശാച് എന്തെങ്കിലും നമ്പറുമായിട്ട് വന്ന് നമ്മളെ പഴയൊരു കാര്യം ഓർപ്പിക്കും. ആദ്യം നമ്മൾ വീഴും. ഇനി അവൻ പഴയ കാര്യം ഓർപ്പിച്ചുകൊണ്ട് വന്നാൽ അവൻ്റെ ഭാവി കാലം ഒന്ന് ഓർപ്പിച്ച് വിട്ടേക്കണം. എങ്കിൽ പിന്നെ ആൾ പൊയ്ക്കോളും, അതേ ഉള്ളൂ വഴി.
അല്ലേ? ഒരു കാര്യം ഓർക്കണം, ഡെവിൾ ഡസൻ ഹാവ് എനി ഇൻഫർമേഷൻ, ഹി ഡസൻ ഹാവ് എനി ക്ലൂ അബൌട്ട് മൈ ഫ്യൂച്ചർ ആൻഡ് യുവർ ഫ്യൂച്ചർ. എൻ്റെ നിങ്ങളുടെ ഭാവിയെപ്പറ്റി പിശാചിന് ഒരു ക്ലൂ പോലുമില്ല. എൻ്റെ അർത്ഥം അത് ദൈവത്തിൻ്റെ കയ്യിലായിരിക്കുന്നത്, അല്ലേ? ഐ ഹാവ് ഗുഡ് പ്ലാൻസ് ഫോർ യു എന്ന് ദൈവമാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ആ പ്ലാൻസ്, ആ പദ്ധതികൾ ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ, പിശാചിനെ അറിയത്തില്ല. എത്ര പേർക്ക് അത് മനസ്സിലായി? ചിലർക്കെങ്കിലും അതൊരു വലിയൊരു അറിവായിരിക്കും. പിശാചിനെ അറിഞ്ഞൂടല്ലേ? അറിഞ്ഞൂടാ, അതാ സത്യം, അല്ലേ? നാളെ നമ്മളെ ദൈവം എന്താക്കി തീർക്കും എന്നുള്ളത് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. അതെല്ലാം ദൈവം വെളിപ്പെടുത്തണമെന്നില്ല. പക്ഷേ എനിക്കത് ഓർത്ത് ദൈവത്തിന് സ്തുതി പറയാം. എന്താണ്? ദൈവമേ, ഞാൻ നിൻ്റെ ഉള്ളം കയ്യിലാണ് ഇരിക്കുന്നത്, അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്നെക്കുറിച്ച് നിനക്ക് വലിയ പദ്ധതിയുണ്ട്. അതുകൊണ്ട് എനിക്കതിൻ്റെ ഡീറ്റെയിൽ ഒന്നും അറിഞ്ഞുകൂടാ, പക്ഷേ അതിനായിട്ട് നന്ദി എന്ന് പറഞ്ഞ് മാത്രം അത് വിശ്വസിച്ച് കാത്തിരിക്കുക, അല്ലേ? പിശാചിന് അത് അറിയത്തില്ല. പിന്നെ ഈവൻ ഹി ഡസൻ നോ വാട്ട് ഈസ് ദ പ്രസൻറ്റ് ആക്ടിവിറ്റി ഇൻ യുവർ ലൈഫ്. പിശാചിന് ഇപ്പം ദൈവം എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്നതെന്നുള്ളതും അറിയത്തില്ല. അതും മനസ്സിലായോ? പലപ്പോഴും ചിന്തിക്കുന്നത് നിങ്ങളുടെ ഭാവിയെപ്പറ്റി പിശാചിന് അറിയത്തില്ല എന്ന്. ഭാവിയെപ്പറ്റി മാത്രമല്ല, ഇപ്പോഴും നിങ്ങൾ കടന്നു പോകുന്ന അവസ്ഥ എന്താണെന്ന് പുറമേ ഉള്ളത് പിശാച് കാണുന്നുണ്ട്. പക്ഷേ അതിലൂടെ ദൈവം എന്താണ് ഉദ്ദേശിച്ച്, ദൈവം എന്താണ് ചെയ്യുന്നതെന്നുള്ളത് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ, പിശാചിനെ അറിയത്തില്ല. അതിനൊരു ആമേൻ പറയാമോ? നല്ലോണം ഓർക്കണം. സംടൈംസ് യു ആർ ആസ്കിങ്, ഓക്കെ, വാട്ട്സ് ഹാപ്പനിങ് വിത്ത് മീ, വൈ ഈസ് ഇറ്റ് ഹാപ്പനിങ് വിത്ത് മീ? ഇതെന്താണ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? ഇത് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ കർത്താവേ. നിങ്ങൾക്കൊരു പിടിയും കിട്ടുന്നില്ല, കിട്ടണ്ട. പക്ഷെ ദൈവത്തിനറിയാം ഇതെല്ലാം നന്മയ്ക്കായിട്ട് ദൈവം മാറ്റിയെടുക്കും. പക്ഷെ അത് പിശാചിനെ അറിയത്തില്ല. പിശാച് നിങ്ങളിങ്ങനെ തകർന്നു പോകുന്ന കാണുമ്പം, നിങ്ങളിങ്ങനെ രോഗിയായി പോകുന്നത് കാണുമ്പം, ചില പ്രയാസങ്ങളിലൂടെ പോകുന്ന കാണുമ്പോൾ പിശാചിരുന്ന് കൈകൊട്ടിച്ചിരിക്കുക. അവൻ്റെ എന്തോ പദ്ധതി നടന്ന പോലെയാണ്. അല്ല, അതിലൂടെ ദൈവം, ഗോഡ് ഈസ് ഡൂയിങ് സംതിങ്. ഹീ ഈസ് ആക്ച്വലി ഷേപ്പിംഗ് യു, അല്ലേ? ഹീ ഈസ് ആക്ച്വലി പ്രിപ്പയറിങ് യു, ഹീ ഈസ് ആക്ച്വലി ഫോമിങ് യു. നമ്മളെ രൂപപ്പെടുത്തി എടുക്കുക. എന്തായിട്ട്? തൻ്റെ പുത്രൻ അനുരൂപരായിട്ട് നമ്മളെ മാറ്റിയെടുക്കുക. അപ്പം നമ്മുടെ ജീവിതത്തിലെ എല്ലാ അവസ്ഥകളും നമ്മളെ ദൈവം സ്നേഹിക്കുന്നത് കൊണ്ട് ദൈവിക പദ്ധതിയിലാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യവും. അത് ഈ ക്രിസ്മസ് ദിവസം ഒന്ന് വിശ്വസിക്കാൻ പറ്റുമോ? ഐ മീൻ, ഇഫ് യു ക്യാൻ ബിലീവ് ദാറ്റ് ലോർഡ് വാട്ട് എവർ ഈസ് ഹാപ്പനിങ് വിത്ത് മീ, ഇറ്റ്സ് നോട്ട് വിതൗട്ട് യുവർ നോളജ്, അല്ലേ? അങ്ങ് അനുവദിച്ചുകൊണ്ട് മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ ഇതെല്ലാം സംഭവിക്കുന്നതെന്നുള്ള ഓർമ്മ വേണം. ഇവിടെ നമ്മൾ ഈ ബൈബിളിൽ നമ്മൾ പല പുണ്യപുരുഷന്മാരുടെയും കഥകളൊക്കെ ഉണ്ട്, അല്ലേ? ആദാം തുടങ്ങി, ദൈവം ആദ്യം സൃഷ്ടിച്ച മനുഷ്യനായ ആദാം തുടങ്ങി താഴോട്ട് എല്ലാവരുടെയും പേരുണ്ട്. പക്ഷേ നിങ്ങൾക്കറിയാമോ, ഈ പറയുന്ന ദൈവപുരുഷന്മാരും ഇവർക്കെല്ലാം അവരുടെയൊക്കെ ജീവിതത്തിൽ നോക്കിയാൽ ദ വർ ഫ്ലോസ്, എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ, ഞാനിത് പറയുന്നത് അതൊന്നും അനുകരിക്കാനല്ല, അതൊരു ലൈസൻസായിട്ട് എടുക്കാനുമല്ല, ജസ്റ്റ് നിങ്ങളെ ഒന്ന് ഓർപ്പിക്കാൻ വേണ്ടി മാത്രം. ഇപ്പോൾ ഒന്ന് കേട്ടിട്ട് അങ്ങ് മറന്നേക്കണം, എറേസ് ചെയ്ത് വിട്ടേക്കണം, പിന്നെ അത് മനസ്സിൽ വയ്ക്കരുത്. നോവ വാസ് ഡ്രങ്ക്. എന്താണ്? നോഹ ഒരു ദിവസം എന്ത് ചെയ്തു? വെള്ളം അടിച്ചു, അല്ലേ? ഒരു ദിവസം നോഹ വെള്ളം അടിച്ചിട്ട് തുണി മാറിക്കിടന്നു. ആലോചിച്ച് നോക്കിയേ, അത് ഓർക്കാൻ പോലും നമുക്ക് കൊള്ളാവുന്ന ഒരു കാര്യമല്ല. നോഹ ആരാണ്? നീതി പ്രസംഗിയാണ്. 120 വർഷം പ്രസംഗിച്ച് പെട്ടകം ഉണ്ടാക്കി തന്നെയും തൻ്റെ കുടുംബത്തെയും രക്ഷിച്ച ആളാണ്, അല്ലേ? ദൈവത്തിൻ്റെ അടുത്ത ആളായിരുന്നു അങ്ങനെയാണെങ്കിൽ നോഹ. പക്ഷെ ഒരു ദിവസം അദ്ദേഹം മദ്യപിച്ചൊരു വല്ലാത്ത അവസ്ഥയിൽ അദ്ദേഹം കിടന്നു. അബ്രഹാം മാത്രമല്ല, തൻ്റെ മകനായ ഇസാക്കും പിന്നീട് ഈ പറഞ്ഞ യാക്കോബ്, ഇവരെല്ലാം എന്ത് ചെയ്തു? കള്ളം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കറിയാമോ? അബ്രഹാം കള്ളം പറഞ്ഞു, ഇസാക്കും കള്ളം പറഞ്ഞു, യാക്കോബും കള്ളം പറഞ്ഞു. ഇനി ലേയ, ഷീ വാസ് നോട്ട് ലുക്കിംഗ് ഗുഡ്, ഷീ വാസ് അഗ്ലി. കാണാൻ കൊള്ളാത്ത സ്ത്രീകൾ വലിയൊരു ഇരിപ്പുണ്ടോ? നിങ്ങളെല്ലാവരും വിചാരിക്കുന്നത് മിസ് യൂണിവേഴ്സ് എന്നാണ്. നോ, എവറി വൺ ഈസ് നോട്ട് മിസ് യൂണിവേഴ്സ്. ചിലരെങ്കിലും കാണാൻ കൊള്ളത്തില്ല. ഞാനാണെങ്കിൽ ആര് ഫോട്ടോ എടുത്താലും ഞാൻ കറുത്തിരുന്നാൽ പൈസ തരത്തില്ല എന്ന് പറയും. പക്ഷെ ഓരോ ഫോട്ടോ എടുത്തിട്ട് നോക്കുമ്പോൾ ഞാൻ കറുത്ത് തന്നെയായിരിക്കുന്നത്. എന്ത് ചെയ്യാൻ, അല്ലേ? അപ്പോൾ ഇപ്പോൾ എന്നെ സമാനിപ്പിക്കണം. ഇന്നലെ ആരോ പറഞ്ഞിട്ട് ഞാൻ ഫോട്ടോഷോപ്പിലിട്ട് വെളുപ്പിച്ച് തരാം അങ്കിളേന്ന്. എവിടെ? ആളയച്ചു തന്നതും കറുത്ത് തന്നെ ഇരിക്കുന്നത്. അതിൻ്റെ അർത്ഥം, അല്ല, ഞാൻ എൻ്റെ കാര്യമൊന്നും പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ, അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്, അല്ലേ? ചിലപ്പം നമ്മളെ കാണാൻ കൊള്ളത്തില്ല. വി മേ ലുക്ക് അഗ്ലി. ജോസഫ്, ഓക്കെ, ഹി വാസ് അബ്യൂസ്ഡ്. ചെയ്യാത്ത കുറ്റത്തിന് താൻ എന്തൊക്കെയാണ് അനുഭവിച്ചത്. മോശയ്ക്ക് കാര്യമൊക്കെ പറഞ്ഞാലും മിടുക്കനാണ്, പക്ഷെ സംസാരിക്കുമ്പോൾ ഭയങ്കര വിക്കായിരുന്നു. ഗിദെയോൻ വലിയ പരാക്രമശാലി എന്നാണ് ദൈവം വിളിക്കുന്നത്, പക്ഷേ താനൊരു ഭയപ്പെട്ടാണ് താൻ ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. സാംസൺ വാസ് എ വുമണൈസർ. പറയാൻ കൊള്ളാമോ? ഒരു സ്ത്രീലമ്പടനായിരുന്നു ശിംശോൻ. അടുത്തത് നേരത്തെ പറഞ്ഞ രഹാബ് ഒരു വേശ്യയായിരുന്നു. ഈ യെരമ്യാവിനും തിമത്തിയിലും പുതിയ നിയമത്തിൽ അവർക്കൊരു വലിയ കോംപ്ലക്സ് ഉണ്ടായിരുന്നു. എന്തായിരുന്നു?
അതുകൊണ്ട് ദൈവം പറഞ്ഞ നീ ചെറുപ്പമാണെന്ന് കൊച്ചാണെന്ന് പറയരുത്. ദേ ഹാഡ് എ കോംപ്ലക്സ് തിങ്കിങ് ദാറ്റ് ദേ വർ ടു യങ്. ഡേവിഡ് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാണ്, പക്ഷേ ഒരു ദിവസം ഒരു വ്യഭിചാരവും ചെയ്തു, ഒരു കൊലപാതകവും ചെയ്തു. ഏലിയാവ് നമുക്ക് സ്വഭാവമുള്ള മനുഷ്യനാണ്. എത്രയെങ്കിലും പ്രാവശ്യം അയാൾക്ക് എന്ത് തോന്നിയിട്ടുണ്ടെന്നറിയാമോ? ആത്മഹത്യ ചെയ്യണമെന്ന്, അല്ലേ? ആത്മഹത്യ ചെയ്യണമെന്ന് ചിന്തിച്ചിട്ടുള്ള ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? കൈ പൊക്കണ്ട, അല്ലേ? നിങ്ങളുടെയൊക്കെ കൈ പിടിച്ചൊന്ന് നോക്കി അറിയാം. ചിലരുടെയൊക്കെ ഇവിടെ മത്തി വരയുന്ന പോലെ വരച്ചിട്ടുണ്ട്. ഇതിനൊറ്റ കാരണമില്ല, എവിടെയെങ്കിലും എപ്പോഴെങ്കിലും ജീവിതം അവസാനിപ്പിക്കണമെന്ന് നമുക്കും തോന്നിയിട്ടുണ്ട്. അതും ഏലിയാവിനും തോന്നി. ഇപ്പം മതി, എന്നെ അങ്ങ് എടുത്തോളണം, ചത്താ മതി എന്ന് പറഞ്ഞിരുന്നൊരു കാലമുണ്ട്. അടുത്തത് യെശയ്യാവ് പ്രസംഗിച്ചപ്പോൾ ഒരിക്കൽ ഹി പ്രീച്ച് നേക്കഡ്, തുണിയില്ലാതെ കിടന്ന് പ്രസംഗിച്ചെന്ന് ആലോചിച്ച് നോക്കിയേ. അടുത്തത് യോന ഒരു ദൗത്യവുമായിട്ട് ദൈവം അയച്ചപ്പം ദൈവത്തെ വിട്ട് ദൂരെ ഓടി. നമ്മൾ ദൈവത്തെ വിട്ട് ദൂരെ ഓടിയിട്ടുണ്ടോ? ഓടിയിട്ടുണ്ട്. നവോമി ബിക്കേം എ വിഡോ, അല്ലേ? പെട്ടെന്നൊരു വിധവയായി തീർന്നു. 2 ആൺമക്കളെ കെട്ടിച്ചു, അമ്മമാർ 2 എണ്ണവും മരിച്ചു. ചുരുക്കി പറഞ്ഞ ഒറ്റയടിക്ക് താനും വിധവയായി, തൻ്റെ 2 മരുമക്കളും വിധവയായി. അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ടായി. യോബ് വലിയ പണക്കാരനായിരുന്നു, ധനികനായിരുന്നു. ഒറ്റ ദിവസം കൊണ്ട് സകലതും പോയി കിട്ടി. പത്രോസ് ഭയങ്കര വാചകം അടിക്കുമായിരുന്നു. പീറ്റർ യൂസ് ടു സേ ബിഗ് തിങ്സ്, ബട്ട് ഹീ ഡിനൈഡ് ക്രൈസ്റ്റ്. ഒന്നല്ല, എത്ര പ്രാവശ്യം തള്ളി പറഞ്ഞു? അടുത്തത് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരുത്തിയിട്ട് അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വന്നപ്പം ഒന്നല്ല, അത് 3 പ്രാവശ്യം ശിഷ്യന്മാരെന്ത് ചെയ്യായിരുന്നു? ഉണ്ടായി. ഉണന്നോ? ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉണന്നോണം. ഓക്കെ. സാക്കിയസ്, സക്കായി വലിയ പണക്കാരനായിരുന്നു, ഭയങ്കര സംഭവമായിരുന്നു. ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇൻകം ടാക്സ് കമ്മീഷണറായിരുന്നു, അല്ലെങ്കിൽ സെയിൽസ് ടാക്സ് കമ്മീഷണറായിരുന്നു. പക്ഷേ പുള്ളിക്ക് എന്താണ് പ്രശ്നം? പൊക്കം കുറവുകൊണ്ട് സങ്കടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ? ബൈബിളിൽ പൊക്കം കുറഞ്ഞവരൊക്കെ ഉണ്ടായിരുന്നു, പ്രിയപ്പെട്ടവരെ, അല്ലേ? സാക്കിയസ് വാസ് സ്മോൾ. പോൾ വാസ് ടു റിലീജിയസ്. പൗലോസ് ഭയങ്കര പരീശനായിരുന്നു. അയാൾ വിശ്വസിക്കാത്തവരെയൊക്കെ കൊല്ലാൻ നടന്ന മനുഷ്യനാണ്. അത്രയ്ക്കും നമ്മൾ ആയിട്ടില്ലല്ലേ? തിമത്തി ഹാഡ് ആൻ അൾസർ. തിമത്തിക്ക് എപ്പോഴും വയറിന് പ്രശ്നം ഉണ്ടായിരുന്നു, അല്ലേ? ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം ആയിരുന്നിരിക്കും. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, നീ വെള്ളം മാത്രം കുടിക്കാതെ എന്ത് ചെയ്ത് ഇച്ചിരി മരുന്നും കൂടെ കഴിക്കുക, ആൻറ്റാസിഡ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാൻറ്റോപ്ഡി എങ്കിലും കഴിക്കുമെന്ന് പറഞ്ഞ കാര്യം ഇതാണ്. കാര്യം എപ്പോഴും പുള്ളിക്ക് വയറിൻ്റെ പ്രശ്നമായിരുന്നു. ലാസറസ് വാസ് ഡെഡ്. ലാസറസ് എന്ത് ചെയ്തു? ഒരു ദിവസം മരിച്ചുപോയി. ഇവിടെ മരിച്ചവർ വലിയ ഇരിപ്പുണ്ടോ? ഇല്ല. അതിൻ്റെ അർത്ഥം ഇവിടെ ശരിക്കും പറഞ്ഞാൽ ബൈബിൾ നോക്കിയാൽ ഇവരൊക്കെ വലിയ ദൈവപുരുഷന്മാരായിരുന്നു. പക്ഷെ അവരുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും തെറ്റുകൾ വന്നു. ആ തെറ്റുകളെ മാത്രം അവർ ഓർത്തുകൊണ്ടിരുന്നിരുന്നെങ്കിൽ അവരൊരിക്കലും ദൈവം വിളിച്ച വിളിയിൽ അവർ മുന്നോട്ട് പോകത്തില്ലായിരുന്നു. ഇന്ന് നമ്മുടെ പ്രശ്നം എന്താണെന്നറിയാം? വി ടു ഹാവ് ഫെയിലിയേഴ്സ്, വി ടു ഹാവ് മെയ്ഡ് മിസ്റ്റേക്സ്. But the sad thing is, whenever devil comes and reminds us of that, we just go guilty and പോയി. ഇന്ന് രാവിലെ I want to encourage everyone. നമ്മുടെ ജീവിതത്തിൽ പുറകിൽ നടന്ന കാര്യങ്ങൾ ഓർത്ത് ദുഃഖിച്ചുകൊണ്ട് തലതാഴ്ത്തിയിരിക്കേണ്ടവരല്ല. അത് സംഭവിച്ചു, പക്ഷേ അത് ദൈവത്തോട് ഏറ്റുപറഞ്ഞ് നമ്മൾ നിരന്നു കഴിഞ്ഞാൽ, അല്ലേ, ദൈവം നമ്മളെ കയ്യിലെടുത്ത് മുന്നോട്ട് ശക്തമായി എടുത്തു ഉപയോഗിക്കും. മേ ബി യു മേ തിങ്ക് ദാറ്റ് യുവർ ലൈഫ് വാസ് എ മെസ്. എൻ്റെ ജീവിതം, ബ്രദറെ നിങ്ങൾ വിചാരിക്കുന്നില്ലല്ലോ എൻ്റെ ജീവിതം വളരെ മോശമാണ്, പറയാൻ കൊള്ളൂല്ല. മേ ബി ഇറ്റ് വാസ് സോ മെസ്സി. പക്ഷെ ഞാനെപ്പോഴും പറയാറുണ്ട്, യുവർ വെരി മെസ് ക്യാൻ ബി യുവർ മെസ്സേജ്, അല്ലേ? നിങ്ങളുടെ ആ മെസ് തന്നെ ആയിരിക്കാം നാളെ നിങ്ങൾക്കൊരു മെസ്സേജ്. 4 പേരോട് ഞാനിങ്ങനെ ആയിരുന്നു കേട്ടോ, പക്ഷെ അതിൽ നിന്നാണ് ഞാനിങ്ങനെ വന്നത്, ഇങ്ങനെ ആയിത്തീർന്നത് എന്ന് നിങ്ങൾ പറയുമ്പം അനേകർക്ക് അതൊരു ധൈര്യത്തിന് കാരണമായി തീരും, അല്ലേ? അപ്പം ഇവിടെയാണ് എവ്രി വൺ ഹാസ് സ്റ്റോറീസ് ഓഫ് ബ്രോക്കൺനെസ്, അല്ലേ? തകർച്ചയുടെയും ഒരുപാട് ചരിത്രം നമുക്കെല്ലാം പറയാനുണ്ട്. പക്ഷേ അതിനായിട്ടെല്ലാം ദൈവത്തിന് സ്തോത്രം. നമ്മൾ വീണ്ടും ക്രിസ്മസിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം, അവിടെ ലൂക്കോസ് എഴുതിയ സുവിശേഷം അവർ 2-ാം അധ്യായത്തിൽ 8 മുതൽ വാക്യമം ലൂക്കോസ് 2-ാം അധ്യായത്തിൻ്റെ 8 മുതൽ വാക്യമം, അന്ന് ആ പ്രദേശത്തെ ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു. അപ്പോൾ കർത്താവിൻ്റെ ഒരു ദൂതൻ അവരുടെ അരികിൽ നിന്ന് കർത്താവിൻ്റെ തേജസ് അവരെ ചുറ്റി മിന്നി അവർ ഭയപരവശരായിത്തീർന്നു. ദൂതൻ അവരോട് ഭയപ്പെടേണ്ട. കേട്ടോ, ദൈവം മനുഷ്യരോട് എപ്പം സംസാരിക്കുമ്പോഴും അതൊരു ദൂതനെ വിട്ടാവാം, നേരിട്ടാവാം. ദൈവം പറയുന്ന ആദ്യത്തെ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്നറിയാം? ഭയപ്പെടേണ്ട. ഇന്ന് ഈ ക്രിസ്മസ് സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ ഓരോരുത്തരോടും പറയുന്നൊരു സന്ദേശം എന്താണെന്നറിയാം?
ഭയപ്പെടേണ്ട. ഇന്ന് ഭയത്തോടെ ഇവിടെ വന്നിരിക്കുന്ന ആരെങ്കിലും, ഞങ്ങളെ ഓൺലൈനിൽ കേൾക്കുന്ന ആരെങ്കിലും ഭയത്തോടെ ഇരിക്കുന്നെങ്കിൽ, ഒരുപക്ഷെ ബയോപ്സി റിപ്പോർട്ട് വരാൻ സമയമായി, ഈ ആഴ്ച വരും. വേറെ ചിലർക്ക് ഈ പറഞ്ഞ പോലെ എൻ്റെ റിസൾട്ട് വരും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എൻ്റെ ഒരു കാര്യം മിക്കവാറും ഒരു തീരുമാനമാവും എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഭയപ്പെടുന്ന, നിങ്ങളുടെ രോഗത്തെക്കുറിച്ചായിരിക്കാം, നിങ്ങളുടെ ഭാവിയെക്കുറിച്ചായിരിക്കാം, മക്കളെക്കുറിച്ചായിരിക്കാം, ജോലിയെക്കുറിച്ചായിരിക്കും, എന്തിനെക്കുറിച്ചാണെങ്കിലും ഭയപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നില്ല, പ്രത്യേകിച്ച് ഇന്ന് ആദ്യമായിട്ട് വന്നവർ, എന്തെങ്കിലും ഭയമുണ്ടോ? ഉണ്ടെങ്കിൽ ഇന്ന് ഈ വചനത്തിലൂടെ ദൈവം നിങ്ങളോട് പറയാണ്, ഭയപ്പെടണ്ട. നിങ്ങൾ ഭയപ്പെടുന്നത് നിങ്ങൾക്ക് ഭവിക്കുകയില്ല, അല്ലേ? നമ്മൾ ഈ ഭയപ്പെട്ട് നമ്മളത് വരുത്തി വയ്ക്കരുത്. പകരം, ഇല്ല, ഞാൻ ഭയപ്പെടുകയില്ല. എന്തുകൊണ്ട്? എൻ്റെ ദൈവം എന്നോട് പറഞ്ഞ് ഭയപ്പെടണ്ടാന്ന്. എൻ്റെ ദൈവം എന്നോട് പറഞ്ഞ് ഭയപ്പെടണ്ട. സ്വർഗത്തിന് എപ്പോഴും മനുഷ്യരോട് പറയാനുള്ളൊരു സന്ദേശമാണ്, ഭയപ്പെടണ്ട. ശരി, ഭയപ്പെടണ്ട. സർവ്വജനത്തിനും സർവ്വ ക്രിസ്ത്യാനികൾക്കുമല്ല, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. അപ്പോൾ എന്താണ് സുവിശേഷം? അതൊരു സന്തോഷ വർത്തമാനമാണ്, അത് സദ്വർത്തമാനമാണ്. എന്താണ് വർത്തമാനം? 11. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ഏതാണ് ആ പട്ടണം? യേശു ജനിച്ച എവിടെയാണ്? ബെത്ലഹേമിൽ. ക്രിസ്മസ് പാട്ടിലൊക്കെ പാടിക്കൊണ്ട് നടക്കുന്നില്ലേ ബെത്ലഹേമിൽ എന്നും പറഞ്ഞുള്ളൂ, അല്ലേ? ക്രിസ്മസ് പാട്ട് സത്യം പറഞ്ഞ് ഇവർ എന്തൊക്കെയോ കുറേ പാട്ടൊക്കെ പാടി, പക്ഷേ ശരിക്കും എഴുന്നേറ്റൊന്ന് പാടണമെങ്കിൽ ഏതാ കണ്ണും കണ്ണും കാത്തിരുന്നു എന്ന് പാടിയിരുന്നെങ്കിൽ എല്ലാവരും ചാടി എഴുന്നേറ്റ് 2 തമ്പേറൊക്കെ അടിച്ച് ഒരു 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 വൈബ് ഉണ്ടാക്കിയാണ്, അല്ലേ? 2 ദിവസം മുമ്പ് ഞാൻ ഈ കണ്ണും കേട്ടു, അതുകൊണ്ടാണ് ഇതിങ്ങനെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള പാട്ടുകളല്ല, അല്ലേ? കഴിയുമെങ്കിൽ നമുക്ക് തീരുമ്പോൾ ഒന്ന് കണ്ണും ഒന്ന് കാത്തിരുന്നു ഒന്ന് പാടി വേണം, അല്ലേ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ യേശു എന്ന കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ്, ക്രിസ്തു എന്ന വാക്കിൻ്റെ പേരത് സേവിയർ, അല്ലേ? രക്ഷിതാവ് നിങ്ങൾക്ക് വേണ്ടി ബത്ലഹേമിൽ ജനിച്ചിരിക്കുന്നു. അടുത്തത്, നിങ്ങൾക്ക് അടയാളമോ ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണുമെന്ന് പറഞ്ഞു. അടുത്തത്, പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞു. ഇത്രയും ആ ദൂതന്മാർ പറഞ്ഞ് പാടിയിട്ട് പോയി, അവരങ്ങ് മറഞ്ഞു. ഇത് ആരോടാ പറഞ്ഞത്? ഇടയന്മാരോടാ പറഞ്ഞത്. ഞാൻ പറയട്ടെ, ഇത് ഹെരോദാവിനോടല്ലേ, രാജാവിനോടല്ലേ പറയേണ്ടത്? ഇത് അവിടെയുള്ള പരീശന്മാരും ന്യായശാസ്ത്രിമാരും പുരോഹിതന്മാരും, അവിടെ ഒരു വലിയ റിലീജിയസ് സെക്ട് അവിടെ ഉണ്ട്. അവരിൽ മഹാപുരോഹിതനോടെ ഉണ്ട്, അയാളോട് പറഞ്ഞില്ല. ഇത് പറഞ്ഞത് വെളിയിൽ, അല്ലേ, പുറം പറമ്പിൽ കിടന്ന ഒട്ടും പ്രതീക്ഷയ്ക്ക് വകയില്ലാത്തവരാണ്. അവർക്കിത് കേൾക്കാനുള്ള യോഗം എന്താണെന്ന് ചോദിച്ചാൽ ദൈവം അവരെയാണ് തിരഞ്ഞെടുത്തത്. ഇന്ന് ഓർക്കണം, ജ്ഞാനികൾക്കും വിവേകികൾക്കും ഒക്കെ ദൈവം മറച്ചു വച്ചിരിക്കുന്നതിനെ ചിലപ്പം ഭോഷന്മാരായ നമുക്ക് ദൈവം വെളിപ്പെടുത്തി തരും, അല്ലേ? ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ബലഹീനമായതിനെ തിരഞ്ഞെടുക്കും. ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ചിലപ്പം ഭോഷത്വമായതിനെ തിരഞ്ഞെടുക്കുന്നൊരു വാക്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഏറ്റവും വലിയ ജ്ഞാനികൾ വല്ലതും ഉണ്ടോ? അങ്ങനെയുള്ള ദൈവം ചിലപ്പോൾ നിങ്ങളെ ലജ്ജിപ്പിക്കും കേട്ടോ. തിരിച്ച് എനിക്ക് ഐ ആം സ്ട്രോങ് എന്ന് പറയുന്ന വല്ലവരും ഉണ്ടോ? അങ്ങനെ അവിടെയും ചിലപ്പോൾ നമ്മൾക്ക് പണി കിട്ടും. അതുകൊണ്ട് നമുക്ക് താണിരിക്കാം, നമുക്ക് ബലഹീനമായിരിക്കാം, നമുക്ക് വലിയ ജ്ഞാനമൊന്നും ഉണ്ടെന്ന് നമ്മൾ പറയണ്ട. പക്ഷേ നമുക്ക് ദൈവത്തിൻ്റെ പ്രസാദം ഉണ്ടെന്നുള്ള കാര്യം മറക്കരുത്. അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ എവിടെയാണ് ഈ പറഞ്ഞ പോലെ ഈ യേശു ജനിച്ചത്? അവിടെയാണ് ഞാനൊരു ചെറിയൊരു കാര്യം ഞാനൊന്ന് പറയാം. ജീസസ് വാസ് ബോൺ ഇൻ എ സ്റ്റേബിൾ. എന്താണ്? ഒരു പശുത്തൊഴുത്തിൽ, അല്ലേ? എത്ര പേര് പണ്ട് പശുവിനെയും വളർത്തിയിട്ടുണ്ട്? ഒരു വീട്ടിൽ തൊഴുത്തുണ്ടായിരുന്ന എത്ര പേരുണ്ടായിരുന്നു? ഇപ്പോഴത്തെ പിള്ളേർക്ക് തൊഴുത്തെന്ന് പറഞ്ഞാൽ ഉണ്ട്, മാഡത്തിൻ്റെ വീട്ടിൽ ഉണ്ടായിരുന്നു. നമ്മുടെയൊക്കെ എത്ര പിള്ളേർക്ക് തൊഴിയെന്ന് പറഞ്ഞാൽ അറിയാം, തൊഴുത്തറിയത്തില്ല, അല്ലേ? അവിടെ അങ്ങോട്ട് പറയാം തൊഴുക്കൽ എന്നൊരു സ്ഥലമുണ്ട്, അതറിയാം. പക്ഷേ തൊഴുത്ത് ഒത്തിരി പേർക്ക് അറിയത്തില്ല. ഈ തൊഴുത്ത് നല്ലവണ്ണം ഓർക്കണമേ, ഹി വാസ് ബോൺ ഇൻ എ നാസ്റ്റി പ്ലേസ്. ഈ തൊഴുത്ത് അത്ര വൃത്തിയുള്ളതൊന്നുമല്ല. ഈ കൃത്യം ഈ പശു സമയം വെച്ച് പോയി ടോയ്ലറ്റിൽ പോകുന്ന പശു ഉണ്ടോ? ഇല്ല. പശു നിപ്പി ചാണകം വിടും, അതിന് മണ്ടേ കൂടെ മൂത്രം ഒഴിക്കും, അവിടെ എല്ലാം കൂടെ അതിന് മണ്ടേ കൂടെ ചവിട്ടും. ചുരുക്കി പറഞ്ഞാൽ ആകെ വൃത്തികേടാക്കും. പിന്നെ വൃത്തിയുള്ള വീട്ടുകാരാണെങ്കിൽ രാവിലെയും വൈകിട്ടൊക്കെ തൊഴുത്ത് വൃത്തിയാക്കുമായിരിക്കും. എന്നാലും വൃത്തിയാക്കിയിട്ട് ഇങ്ങോട്ട് മാറുമ്പോൾ പശു എന്ത് ചെയ്യും?
ഇവിടെ പശുവിനെ ആരും ഈ പറഞ്ഞ പോട്ടി ട്രെയിനിങ് ഒന്നും കൊടുത്തിട്ടില്ല. അങ്ങനെ പറയുമ്പോൾ മനസ്സിലാവില്ലല്ലേ? ചുരുക്കി പറഞ്ഞ അങ്ങനെയുള്ള പശുവും ഈ എല്ലാം കൂടെ അവിടെ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ പോലെ എന്താ പറഞ്ഞത്, ഈച്ചയും ഈച്ചയല്ലല്ലോ, കൊതുവും ഈ പറഞ്ഞ സകല പ്രാണികളും എല്ലാം വല്ലാത്ത ദുർഗന്ധവും ഒക്കെ ഉണ്ടാവും. പക്ഷേ അവിടെ തന്നെയാണ്, നല്ലോണം ഓർക്കണം, അവിടെ തന്നെയാണ് യേശു ജനിച്ചത്. യേശുവിനെ എടുത്ത് പൊതിഞ്ഞ് കിടത്തിയെന്നേ ഉള്ളൂ. ഒരു 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 ബിബ്ലിക്കൽ സ്കോളർ പണ്ട് പറഞ്ഞത്, ദ ബൈബിൾ ഡസൻറ്റ് സേ ദാറ്റ് ജീസസ് വാസ് ബോൺ ദെയർ. ചിലപ്പം വഴിയിലായിരിക്കും. നമുക്കറിയത്തില്ല, ഓട്ടോറിക്ഷ പ്രസവിക്കുന്നു, ട്രെയിനിൽ പ്രസവിക്കുന്നു, പ്ലെയിനിൽ പ്രസവിക്കുന്നു, ബോട്ടിൽ പ്രസവിക്കുന്നു. അതുപോലെ ചിലപ്പം വഴിയിലായിരിക്കാം അല്ലേ. പക്ഷെ പെട്ടെന്ന് എന്ത് ചെയ്തു, അവിടെ ഒരു തൊഴുത്തിലെടുത്ത് പൊതിഞ്ഞ് കിടത്തി, അത്രയേ ഉള്ളൂ. അപ്പോൾ ശരിക്കും പറയാം, ഏറ്റവും വൃത്തിഹീനമായ ഒരു സ്ഥലത്ത്, ഒരു ഇരുണ്ട സ്ഥലത്ത്, വീടിൻ്റെ പുറകിൽ എവിടെയോ മൂലയിൽ, അവിടെ ഇലക്ട്രിക് ബൾബൊന്നും ഇട്ടിട്ടൊന്നുമില്ല, അവിടെ ആരും വിളക്ക് കത്തിച്ച് വയ്ക്കാറുമില്ല. ഇരുട്ട രാത്രി തൊഴുത്തിൽ വിളക്ക് കത്തിച്ച് വയ്ക്കും ആരെങ്കിലും? ഇല്ല. ഇതിനൊന്നും വിളക്കൊന്നും കത്തിച്ച് വയ്ക്കേണ്ട ആവശ്യമില്ല. കന്നാലികൾക്ക് എന്തിനാണ് വിളക്ക്? ഇരുട്ടാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു ഇരുട്ടുള്ള, ഒരു വൃത്തിയില്ലാത്ത, ഒരു നാറ്റം പിടിച്ച അങ്ങനത്തെ ഒരു സ്ഥലത്താണ് യേശുവിനെ കിടത്തിയത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് വാസ് ദ പെർഫെക്റ്റ് പ്ലേസ് ഫോർ ദ മെസയ ടു ബി ബോൺ. അതിൻ്റെ അർത്ഥം എന്താ? അവർ ഹാർട്ട്സ് ആർ ലൈക്ക് ദാറ്റ്. എന്താണ്? നമ്മുടെ ഹൃദയങ്ങളും ഇതുപോലെയായിരുന്നു. യേശു ഇവിടെ ജനിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഹൃദയങ്ങളും എങ്ങനെയായിരുന്നു? ഇരുളടഞ്ഞതായിരുന്നു, നാറ്റം വമിക്കുന്നതായിരുന്നു, വൃത്തിഹീനമായിരുന്നു അല്ലേ. അങ്ങനെയുള്ളൊരു ഹൃദയത്തിന് ഉടമകളായിരുന്നു നമ്മളെല്ലാവരും. അങ്ങനെയുള്ള ഹൃദയത്തിലാണ് ഒരു ദിവസം യേശു ജനിച്ചത്. അങ്ങനെ ഒരു സാക്ഷ്യമുള്ളവരൊന്ന് കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ച്, യെസ്, മൈ ഹാർട്ട് വാസ് ഓൾസോ ലൈക്ക് ദാറ്റ് അല്ലേ. യേശു ഒരിക്കലും, ഇപ്പം മനസ്സിലാവും യേശു എന്തിനാണ് പശുത്തൊട്ടിയിൽ യേശു ജനിച്ചതെന്ന്. എങ്കിൽ മാത്രമേ ഇതുപോലെ വൃത്തിഹീനമായ, ഇതുപോലെ അന്ധകാരം നിറഞ്ഞ എൻ്റെ ഹൃദയത്തിൽ വന്ന് യേശു ജനിക്കണമെങ്കിൽ അന്ന് ആ യേശു കുഞ്ഞിനെ ഒരു പശുത്തൊഴുത്തിൽ കൊണ്ട് വിരിച്ച് കിടത്തണമായിരുന്നു അല്ലേ. പക്ഷേ ഓർത്തോണം, എൻ്റെ ഹൃദയത്തിൽ, ഇത്രയും വൃത്തിഹീനമായ ഇരുണ്ട ഈ ഹൃദയത്തിൽ യേശു ജനിച്ചപ്പം ഹീ സാങ്ക്ടിഫൈഡ് മൈ ഹാർട്ട്. എന്താണ്? എൻ്റെ ഹൃദയത്തെ അവൻ എന്ത് ചെയ്തു? വിശുദ്ധീകരിച്ചു, ശുദ്ധീകരിച്ചു. ഇനി അത് വൃത്തികെട്ട ഒരു ഹൃദയമല്ല അല്ലേ. ഇനി ആ ഹൃദയം ശരിക്കും പറഞ്ഞ ഒരു നിർമ്മല ഹൃദയമാണെന്നുള്ള കാര്യം മറക്കരുത്. ഹീ സാങ്ക്ടിഫൈസ് അവർ ഹാർട്ട്, ഹീ ക്ലീൻസ് അവർ ഡേർട്ടി ഹാർട്ട്സ്. അത് കാർഡിയോളജിസ്റ്റ് അല്ല ചെയ്യുന്നത്. അത് ചെയ്യുന്ന ആരാണ്? യേശു എൻ്റെ ഹൃദയത്തിൽ ജനിക്കുമ്പോഴാണ് എൻ്റെ ഹൃദയം ഈ പറഞ്ഞ പോലെ നേരെയാവുന്നത്. അതുവരെയും എൻ്റെ ഹൃദയം നേരുള്ളതല്ല എന്നുള്ള കാര്യം ഇന്നങ്ങ് ഓർത്തോണം. വീണ്ടും നമുക്ക് തിരിച്ച് ആ വാക്യത്തിലേക്ക് വരാം. ആ ഇടയന്മാരെന്ത് ചെയ്തു? അവർ പെട്ടെന്ന് ഒരു കാര്യം തീരുമാനിച്ചു. അവരന്യോന്യം പറഞ്ഞു, എന്താണ്? ഈ പറഞ്ഞത് ശരിയാണെങ്കിൽ നമുക്കൊന്ന് പോയി കാണണം എന്നും പറഞ്ഞ് അവരെന്ത് ചെയ്തു? അടുത്ത നിമിഷം അവർ ബന്ധപ്പെട്ട്, അവിടെ എഴുതിയിട്ടുണ്ട്, അവർ ബന്ധപ്പെട്ട് ചെന്ന് മറിയയും യോസെഫിനെയും പശുത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. കണ്ടോ? അവിടെ ലൂക്കോസ് 2:15 മുതൽ വായിക്കുമ്പോഴാണ് ഇത് നമുക്കൊന്ന് പോയി ഈ സംഭവം കാണണമെന്ന് തമ്മിൽ പറഞ്ഞു. നിങ്ങൾ എന്തെങ്കിലും ഒരു സംഗതി കേട്ട് കഴിഞ്ഞാൽ പോയി കാണണമെന്ന് തിടുക്കം കാണിക്കാറുണ്ടോ? പക്ഷേ എനിക്ക് തോന്നുന്നു അന്ന് രാത്രി തന്നെ പോയിക്കാണ് അല്ലേ. അന്ന് രാത്രി തന്നെ അവർ വിട്ടുപോയി കണ്ടു. എന്ത് ചെയ്തു? ആരെയൊക്കെ കണ്ടു? മറിയേയും യോസെഫിനെയും പശുത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. നിങ്ങളുടെ വീട്ടിൽ ഒരു കുഞ്ഞുണ്ടായി, വന്ന് കണ്ടിട്ട് പോയത് എന്തു പറയും? പുള്ളിയും ഭാര്യയും പിന്നെ തൊട്ടിൽ കിടക്കുന്ന കുഞ്ഞിനെ ബേബി ക്യൂട്ടായിരിക്കുന്നു, ക്യൂട്ട്. ഞാൻ കുഞ്ഞ് ഉറക്കമായിരുന്നു കേട്ടോ, എണീറ്റേ ഇല്ല, പിന്നെ നമ്മൾ ഉണർത്തിയില്ല. പക്ഷെ നല്ല രസമുണ്ട്. ആ തൊട്ടിലൊക്കെ എവിടെ നിന്ന് വാങ്ങിച്ചത്? നല്ല രസമുണ്ടായിരുന്നു കേട്ടാ. അതിന് കൊതുവൊന്നും കടിക്കാതെ നല്ല കൊതുവലയൊക്കെ ഇട്ട് പിന്നെ അവിടെ മറ്റു കളിപ്പാട്ടങ്ങളൊക്കെ വെച്ച് എന്ത് രസമായിരുന്നു സത്യം. യേശു എവിടെയാണ് കിടന്നേ? ഇങ്ങനെയൊക്കെ ഒന്ന് കമ്പയർ ചെയ്ത് പഠിക്കുക, അപ്പോഴേ അത് മനസ്സിലാകത്തുള്ളൂ. നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളെ എന്ത് സേഫായിട്ടാണ് നമ്മൾ കൊണ്ട് കിടത്തുന്നത്. പക്ഷേ എൻ്റെ യേശുവിനെ ആ അപ്പനമ്മമാർ കൊണ്ട് കിടത്തി എവിടെയാണ്? കന്നുകാലികൾ നിൽക്കുന്ന വൃത്തിഹീനമായ ഇരുണ്ട വീടിൻ്റെ പുറയിൽ ഏതോ ഒരു മൂലയിലുള്ള ആരോ കൊടുത്ത് അവിടെ കെട്ടി കിടത്തിക്കോളാൻ പറഞ്ഞു, അത്ര തന്നെ. അങ്ങനെ ഒരിടത്താണ് യേശുവിനെ കിടത്തിയെന്നുള്ള കാര്യം. എന്നിട്ട് അവരെന്ത് ചെയ്തെന്നറിയാമോ? കണ്ട ശേഷം ഈ പൈതലിനെ കുറിച്ച് തങ്ങളോട് പറഞ്ഞ വാക്ക് അറിയിച്ചു. കണ്ടോ? അവർ കണ്ട ശേഷം അവരെന്ത് ചെയ്യുന്നറിയാമോ? അന്ന് ഈ പറഞ്ഞ പോലെ സെൽഫി എടുക്കാൻ അവരുടെ ഫോണില്ല, ഈ പറഞ്ഞ പോലെ വാട്സാപ്പ് ലൈവ് വിടാൻ ഫേസ്ബുക്ക് ലൈവ് വിട്ടില്ല. അവരെന്ത് ചെയ്തു?
അവർ ഓടി നടന്ന് സകലരോടും ഈ കണ്ട കുഞ്ഞിനെപ്പറ്റി പറഞ്ഞു. ആ കേട്ടവർ ആശ്ചര്യപ്പെട്ടു. എൻ്റെ ചോദ്യം, നിങ്ങളും യേശുവിനെ ഒരു ദിവസം കണ്ടുമുട്ടിയെങ്കിൽ ഈ യേശുവിനെ പറ്റി ഇന്ന് വരെ ഒരാളോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇവിടെയാണ് നമ്മുടെ സ്വാർത്ഥത. എനിക്ക് യേശുവിനെ കിട്ടി, അത്ര തന്നെ. ഇനി യേശുവിനെ കൊണ്ട് എനിക്ക് അല്ലെങ്കിൽ യേശുവിൻ്റെ കൂടെ അങ്ങ് സ്വർഗത്തിൽ പോകണം, അത്ര തന്നെ. ഒരു കാരണവശാലും ഞാൻ വേറൊരാൾക്ക് സ്വർഗത്തിൽ പോകാനുള്ള വഴി പറഞ്ഞു കൊടുക്കത്തില്ല. ഇതാണ് നമ്മുടെ പ്രശ്നം. പക്ഷേ ആ പാവപ്പെട്ട ഇടയന്മാരെന്ത് ചെയ്തെന്നറിയാമോ? പോയി കണ്ടു, സന്തോഷമായി. പിന്നെ അവരുടെ ജോലി എന്താ? സകലരോട് ഇത് നടന്നങ്ങ് പറയുക, അല്ലേ? ഇതുപോലെ ആയിരിക്കണം പ്രിയപ്പെട്ടവരെ. നമ്മൾ യേശുവിനെ കണ്ടാൽ ആ കണ്ട യേശുവിനെ, ഞാൻ അനുഭവിക്കുന്ന യേശുവിനെ, എൻ്റെ ഹൃദയത്തിൽ വന്ന യേശുവിനെ, എൻ്റെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തിയ യേശുവിനെക്കുറിച്ച് ഐ കനോട്ട് ബി സൈലൻറ്റ്. ഐ വിൽ ഗോ റൗണ്ട് ആൻഡ് ടെൽ എവ്രി വൺ അബൌട്ട് ജീസസ്. അവിടെ ഒരു വാക്യം എഴുതിയിട്ടുണ്ട്, ദേ മെയ്ഡ് ഹിം വൈഡ്ലി നോൺ എന്നാണ്. അതിൻ്റെ അർത്ഥം അവരെല്ലാവരോടും പറഞ്ഞു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇനി ഇവിടെ യേശുവുമായിട്ട് ബന്ധപ്പെട്ട ഓരോ സംഭവകഥ വായിക്കുമ്പോഴും അവിടെ ഒരു കാര്യം നാം എടുത്തു പറയാം. ദേ വർ എക്സ്പീരിയൻസിങ് മിറക്കിൾസ് ആഫ്റ്റർ മിറക്കിൾസ്. എന്താണ്? ആ യേശുവുമായിട്ട് ബന്ധപ്പെട്ട ഓരോ വ്യക്തികളും അവർ അത്ഭുതങ്ങളുടെ മേൽ അത്ഭുതങ്ങൾ അവർ എക്സ്പീരിയൻസ് ചെയ്യായിരുന്നു. ഉദാഹരണത്തിന് മറിയ ഭർത്താവുമായിട്ട് പോയി ജീവിച്ച് തുടങ്ങിയില്ല. എൻ്റെ അർത്ഥം പുരുഷബന്ധമില്ലാതെ എന്ത് ചെയ്തു? താൻ ഗർഭിണിയായി. അതൊരു മിറക്കിളല്ലേ? അതൊരു മിറക്കിളല്ലേ? 2-3 ദിവസം മുമ്പ് ഒരു വാർത്ത നിങ്ങൾ സോഷ്യൽ മീഡിയ കാണുന്നുണ്ട്. ഒരാൾ വന്ന് ചലഞ്ച് ചെയ്യാൻ, നിങ്ങളുടെ യേശു എങ്ങനെ ജനിച്ചു? ബൈബിൾ പറയുന്നു ശരിയാണ്, യോസഫിൻ്റെതല്ല. യോസഫിന് വിവാഹം നിശ്ചയം ചെയ്തിരുന്ന സ്ത്രീയാണ് മറിയ. അവർ തമ്മിൽ ഒന്നിച്ച് ജീവിച്ചിരുന്നില്ല. പക്ഷേ മറിയോട് പറഞ്ഞു, നീ യോസഫുമായിട്ട് പോയി ഒന്നിച്ച് ജീവിക്കുന്നതിന് മുമ്പേ നീ ഗർഭിണിയാവും. അതെങ്ങനെ? കാര്യം പറഞ്ഞ് മനസ്സിലാക്കി. എല്ലാം കേട്ടപ്പം മറിയ കാര്യം മനസ്സിലായി, ഇത് പ്രശ്നമാണ്. കാര്യം ഇനി പുറത്തിറങ്ങി യോസേഫ് വന്ന് എന്നെ വിളിച്ചുകൊണ്ട് പോയില്ല, അല്ലെങ്കിൽ യോസേഫ് എൻ്റെ കൂടെ വന്ന് താമസിച്ചില്ല, പക്ഷേ എങ്ങനെ ഗർഭിണിയായി? ഇതിപ്പോൾ എല്ലാവർക്കും ഒത്തിരി ചോദ്യം ഉണ്ട്. പക്ഷേ ആ അപമാനവും ആ ചോദ്യവും അതെല്ലാം ഏറ്റെടുക്കാൻ മറിയ തയ്യാറായിട്ട് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ഇതാ ഞാൻ അങ്ങയുടെ കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ ഹിതം പോലെ എനിക്ക് വരട്ടെ. എൻ്റെ അർത്ഥം എന്താണ്? വരും വരായികളൊക്കെ നല്ലവണ്ണം ചിന്തിച്ച് ആലോചിച്ചിട്ടാണ് ആ മറിയ പറഞ്ഞത്, സാരമില്ല, ദൈവപുത്രനെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ ഈ ഉദരം ഈ സ്വർഗം തിരഞ്ഞെടുത്തെങ്കിൽ തീർച്ചയായിട്ടും അത് ദൈവത്തിൻ്റെ കൃപയാണ്. അതുകൊണ്ടാണ് സ്വർഗം പറഞ്ഞത്, കൃപ ലഭിച്ചവളേ നിനക്ക് വന്ദനം. നമുക്കും എല്ലാം കൃപ ലഭിച്ചു. പക്ഷേ യേശുക്കുഞ്ഞിനെ ഉദരത്തിൽ വഹിച്ച് ഭൂമിയിലേക്ക് പ്രസവിക്കുവാനുള്ള ഭാഗ്യം, അതിനുള്ള കൃപ കിട്ടിയത് ഇത്രയും സ്ത്രീകളുണ്ടായിട്ടും ഒരേ ഒരു സ്ത്രീക്ക് ചരിത്രത്തിൽ ഇടം കിട്ടിയുള്ളൂ. അതാരാണ്? മറിയ. അതുകൊണ്ടാണ് നമ്മൾ മറിയെ നമ്മൾ ആരാധിക്കുകയല്ല, പക്ഷേ ദൈവം കൃപ ലഭിച്ചവൾ എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ നോക്കുമ്പം ആ ഒരു ഭാഗ്യം വേറെ ആർക്കും കിട്ടിയിട്ടില്ല, അല്ലേ? അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളും ആ മറിയെ നമ്മൾ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു, അല്ലേ? തീർച്ചയായിട്ടും സ്വർഗത്തിൽ പോകുമ്പം എത്ര പേർക്ക് സ്വർഗത്തിൽ പോകുമ്പം മദർ മേരിയെ കാണണമെന്ന് ആഗ്രഹമുണ്ട്, അല്ലേ? അല്ല ചോദിക്കേ, ഞങ്ങൾ അതൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. നിങ്ങൾ ഒന്നാമത്തെ ഇങ്ങനെ സ്വർഗത്തിൽ പോവുമോ? പോകുമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഒന്ന്, സംടൈംസ് ഐ തിങ്ക് ക്രേസി. ഓക്കെ, ഞാനിങ്ങനെ ചിലപ്പോൾ ലിസ്റ്റൊക്കെ ഉണ്ടാക്കണം. എനിക്ക് സ്വർഗത്തിൽ പോകുമ്പോൾ ആരെയൊക്കെ കാണണം. ചിലർക്ക് അവരുടെ വിട്ടുപോയ, അവരുടെ വാങ്ങിപ്പോയ അവരുടെ വീട്ടിലുള്ളവരുണ്ട്. എനിക്ക് എൻ്റെ പപ്പയെ കാണണം, മമ്മിയെ കാണണം, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിനെ കാണണം. ചിലപ്പോഴൊക്കെ നിങ്ങൾക്ക് ഭർത്താവിനെ, മരിച്ചുപോയ ഭർത്താവിനെ കാണണമെന്നൊക്കെ ഉണ്ടോ? ചിലർ പറയും ഇനി കാലമാടനെ അവിടെയും ചെന്ന് കാണണോ? I'm sorry, can you understand Malayalam? Both of you? Can you? അല്ല എനിക്ക് no, I'm sorry. Okay, at least there are 2 people there also. I'm sorry. This is the problem with pastor. Okay, ഇങ്ങനെ അങ്ങ് ഒരു ഫ്ലോയിലങ്ങ് പോയാൽ അങ്ങ് പോവും. ഒട്ടും മലയാളം അറിയാത്ത ആൾക്കാർ ഇവിടെ ഇരിപ്പുണ്ട്. I'm sorry, okay, I'll try to be Manglish. Okay. So, if at all you go to heaven, whom do you want to meet first? I have made a list of people whom I would love to go and meet. അതിൽ തീർച്ചയായിട്ടും മദർ മേരി ഈസ് ദേ, അല്ലേ? തീർച്ചയായിട്ടും എനിക്ക് ഒത്തിരി പേരുണ്ട്. ഞാൻ പലപ്പോഴും പല പ്രസംഗത്തിലും പറഞ്ഞിട്ടുണ്ട്, ചിലരൊക്കെ എനിക്കൊന്ന് കാണണം, ചിലരെ ഞാൻ ഒന്നും വരുന്നുണ്ട്, ഐ വോണ്ട് ടു സീ യു, ഐ വോണ്ട് ടു ആസ്ക് യു സംതിങ് എന്ന് പറയുന്ന കൂട്ടത്തിയുണ്ട്, അല്ലേ? അപ്പം ഇവിടെ യേശുവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളാണ് കണ്ടത്.
മറിയയുടെ ഈ ഗർഭധാരണവും പ്രസവവും എല്ലാം ഇറ്റ് ഈസ് എ മിറക്കിൾ അല്ലേ അല്ലേ. എലിസബത്ത് an old lady, she also conceived and she brought forth a son. അതാരായിരുന്നു? ജോൺ ദി ബാപ്റ്റിസ്റ്റ് അല്ലേ. അത് വാസ് ദാറ്റ് എ മിറക്കിൾ? അതൊരു മിറക്കിളായിരുന്നു, അതൊരു അത്ഭുതമായിരുന്നോ? നിങ്ങൾ നോക്കേണ്ട എത്ര വയസ്സുണ്ടായിരുന്നിരിക്കും അമ്മച്ചിക്ക്? ഇവിടെ നമ്മളൊരു 40 വയസ്സിൽ ഒരാളുണ്ടായിരുന്നു. അയ്യോ 40 വയസ്സിൽ, അത് വലിയ അത്ഭുതമാണ്. ഇന്ന് സാറ ഇസ്ഹാക്കിനെ പ്രസവിച്ചപ്പോൾ എത്രയായിരുന്നു? 100. അബ്രഹാമിന്. സാറയ്ക്കോ 90 വയസ്സിൽ പ്രസവിച്ച ഏതെങ്കിലും സ്ത്രീകളെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ ഭൂമിയിൽ? ഇപ്പം ഇല്ല. എന്നെ എൻ്റെ അമ്മ പ്രസവിച്ചത് 40 വയസ്സിലായിരുന്നു. അത് തന്നെ അന്നത്തെ കാലത്ത് അയ്യോ എന്ന് പറയുമായിരുന്നു അല്ലേ. 90 വയസ്സിൽ ഒരു സ്ത്രീ പ്രസവിച്ചു. ഈ എലിസബത്ത് ഏകദേശം നല്ല പ്രായമുള്ള സ്ത്രീയായിരുന്നു. ഓക്കെ, വാസ് ദാറ്റ് എ മിറക്കിൾ? ഡെഫിനറ്റ്ലി ദാറ്റ് വാസ് എ മിറക്കിൾ. അടുത്തത്, വൈസ് മെൻ കെയിം ഫ്രം ദ ഈസ്റ്റ്. എത്ര പേരായിരുന്നു വിദ്വാൻമാർ വന്നത്? പൊന്നും മൂരും കുന്തിരിക്കും. അപ്പോൾ എത്രയാ? ബൈബിളിൽ ഇല്ല 3. വിദ്വാൻമാർ വന്നേ ഉള്ളൂ, എണ്ണം പറഞ്ഞിട്ടില്ല. നമ്മൾ മറ്റേ ഗിഫ്റ്റിൻ്റെ ഐറ്റം വെച്ചിട്ട് 3 ആക്കി. അങ്ങനെയല്ല, അത് മറ്റേ ക്രിസ്മസ് ടാബ്ലോയിലൊക്കെ ഇങ്ങനെ 3 പേര് ഇരിപ്പുണ്ട്. അങ്ങനെയല്ല, വിദ്വാൻമാർ വന്നത്. അവരെവിടെ നിന്നാണ് വന്നത്? അവർ അറേബ്യയിൽ നിന്നല്ല വന്നത്, ഈസ്റ്റിൽ നിന്നാണ് വന്നത്. ഞങ്ങൾ പിന്നെ ഞാനൊരു ക്രിസ്മസ് പ്രോഗ്രാമിൽ വന്നപ്പം അവിടെ ആടിച്ച് വിടുന്നത് അറേബ്യ എന്ന് വന്നത്. 3 അറബി വേഷം ഇട്ട 3 പേര്. വെറുതെ ഈ പറഞ്ഞ പോലെ ലഹള ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അവർ അറബികളൊന്നും അല്ല, അവർ ഈസ്റ്റിൽ നിന്ന് വന്നവരാ. അവരെന്ത് കണ്ടു വന്നെന്നായിരിക്കുന്നത്? ദേ വർ ഫോളോയിങ് എ സ്റ്റാർ. ഇന്ന് നമ്മൾ നക്ഷത്രവും രാശിയൊക്കെ നോക്കി വരുന്നുണ്ട്, പക്ഷെ അവരങ്ങനെയല്ല വന്ന. അവരെ വഴികാട്ടിയ ഒരു നക്ഷത്രത്തെ കണ്ടാണ് അവർ വന്നത് അല്ലേ. ദർ വാസ് എ ഡിവൈൻ അൺലീഷ്മെൻറ്റ് ഓഫ് ഡ്രീംസ് ഇൻ ദ ക്രിസ്മസ് സ്റ്റോറി. ശരിയല്ലേ? എവ്രി വൺ ഹാഡ് എ ഡ്രീം. ജോസഫ് ഹാഡ് എ ഡ്രീം. മറിയയ്ക്ക് ദൂതൻ തന്നെ വന്നു. പിന്നെ ഓരോരുത്തരുടെ കാര്യത്തിലും ലോട്ട് ഓഫ് ഡ്രീംസ്, ലോട്ട് ഓഫ് വിഷൻസ് ഇതുണ്ടായിരുന്നു. അപ്പം ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട് ശരിക്കും പറഞ്ഞാൽ യോസെഫ് അറിഞ്ഞു തൻ്റെ ഭാവി വധു എന്താണ്? ഗർഭിണിയാണെന്ന്. യോസഫിന് മനസ്സിലായി എൻ്റെ അല്ല. അപ്പം യോസഫ് നല്ല മനുഷ്യനായതുകൊണ്ട് ആരോടും പറയാതൊരു തീരുമാനമെടുത്ത് എന്താണ്? ഒതുക്കത്തിലങ്ങ് ഉപേക്ഷിച്ചേക്കാം. അവളെ വേറെ വല്ലതും കെട്ടിക്കൊണ്ട് പോകണേ പൊയ്ക്കോട്ടെ. ഇപ്പം M4 മാരിയൊക്കെ ഉണ്ടല്ലോ, നടക്കും. തൻ്റേതല്ലാത്ത കാരണങ്ങളാൽ ഇന്ന് നമ്മൾ പറയുന്നത് തൻ്റേതല്ലാത്ത കാരണങ്ങളാൽ. അപ്പം മറിയയ്ക്ക് നാളെ കുറച്ചാൾ കഴിഞ്ഞിട്ടൊരു തൻ്റേതല്ലാത്ത കാരണങ്ങളാൽ ഒരു മകനെ പ്രസവിച്ച ഒരു മറിയയ്ക്കൊരു വരനെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് M4 മാരി അന്നുണ്ടായിരുന്നെങ്കിൽ ഒരു പരസ്യം വന്നേനെ. അപ്പം അതാണ് യോസെഫ് ഉദ്ദേശിച്ചത്. പക്ഷേ സ്വപ്നത്തിൽ വാട്ട് ഡിഡ് ഗോഡ് ടെൽ ജോസഫ്? ജോസഫ് ജസ്റ്റ് ഡോണ്ട് പുട്ട് ഹർ ഔട്ട്. ഓക്കെ, അക്സെപ്റ്റ്. അവളെ സ്വീകരിക്കണം. അവൾ ഗർഭിണിയായത് അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ്. അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ പദ്ധതി അവളിലൂടെ നിറവേറുകയാണ്. അതിൽ നിനക്കും ഒരു പദ്ധതിയുണ്ട്. യു ഓൾസോ അതിൻ്റെ കൂട്ടത്തിൽ ചേർന്ന്. ആ സ്വപ്നത്തിൽ കൂടെ ദൈവം സംസാരിച്ചപ്പം യെസ് ഐ വിൽ ഡു ദാറ്റ്. അത് കഴിഞ്ഞ് പെട്ടെന്ന് വിളിച്ചിട്ട് പറയാം, യോസഫേ ഓടിക്കോ, രാജാവ് കൊല്ലാൻ പോകുന്നു, ഈജിപ്തിലോട്ട് ഓടിക്കോളാൻ. ഓടി. അതും സ്വപ്നത്തിലാണ്. അവിടെ ചെന്ന് കുറച്ചാൾ കഴിഞ്ഞപ്പോഴാണ് യോസഫേ തിരിച്ചു പോയിക്കോ. നോക്കണേ, ലോട്ട് ഓഫ് ഡ്രീംസ്. ജോസഫ് ഇസ് ഹാവിങ് എ ലോട്ട് ഓഫ് ഡ്രീംസ്. ഇന്നും ശരിക്കും പറഞ്ഞാൽ ഞാൻ ചോദിച്ചോട്ടെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഒരായുസിൽ 1/3 ഉറക്കമാണ്. 1/3 ഓഫ് അവർ എൻറ്റയർ ലൈഫ് വി സ്ലീപ്പ്. ശരിയാണോ? അല്ലേ? 1/3 ഉറക്കം. അപ്പോൾ ഇതുവരെ നിങ്ങൾക്കൊരു 50 വയസ്സായെങ്കിൽ ഇതിനോടൊക്കെ 1/3 ഉറങ്ങിയെങ്കിൽ ഇത്രയും നാൾ ഉറങ്ങിയതിൽ എത്ര സ്വപ്നം കണ്ടു കാണും? മിനിമം ഒരു രാത്രി 2 സ്വപ്നം വെച്ചെടുത്തോ. ആലോചിച്ച് നോക്കിയാൽ എത്ര ആയിരം സ്വപ്നം കണ്ട്. ഇതിൽ ഗുണമുള്ള ഒരു സ്വപ്നമെങ്കിലും ഉണ്ടായിരുന്നു. അറ്റ്ലീസ്റ്റ് ഇൻ ദിസ് ക്രിസ്മസ് ഡേ യു ക്യാൻ തിങ്ക് ഫോർ യുവർ സെൽഫ്. ഹാവ് ഐ സീൻ എനി ഡ്രീം വിച്ച് ഗോഡ് ഷോഡ് മീ? ദൈവം എന്നെ കാണിച്ചു എന്ന് പറഞ്ഞ സ്വപ്നത്തിൻ്റെ ചരിത്രമുള്ള അനുഭവമുള്ള എത്ര പേരുണ്ട്? എൻ്റെ അടുത്തും പലരും വന്ന് പറയും, ഞാനൊരു കറുത്ത ഒരു രൂപത്തെ കണ്ടു, അത് ദൈവം കാണിച്ചാണെന്ന് ആര് പറഞ്ഞു? അല്ലേ? ഞാനൊരു ദിനോസറിനെ കണ്ടു. അല്ലേ? ഭീകര ജീവികളെയാണ് നിങ്ങൾ കാണുന്നത്. അതൊന്നും ദൈവം കാണിക്കുന്നതൊന്നും അല്ല കേട്ടോ. സോ ബട്ട് എ ക്രിസ്മസ് സ്റ്റോറി, ലോട്ട് ഓഫ് ഡ്രീംസ് വേ ദേ.
ജോസഫ് ഹാഡ് ഡ്രീംസ്. ഓക്കെ, ഡ്രീം ആഫ്റ്റർ ഡ്രീം. പക്ഷേ ആ ഡ്രീംസ് എല്ലാം ആക്ച്വലി ദോസ് വെർ ഓൾ കമ്മ്യൂണിക്കേഷൻസ്. ദൈവത്തിൻ്റെ ചില ആശയവിനിമയങ്ങളായിരുന്നു. ഇന്നും ഈവൻ ടുഡേ God shows dreams to us. God gives visions to us. And that can be one channel through which God may still communicate to us. ഇന്നും ദൈവം സംസാരിക്കുന്ന ഒരു ചാനൽ തന്നെയാണ് സ്വപ്നങ്ങളും ദർശനങ്ങളും. എന്നെ കേൾക്കുന്ന എല്ലാവരോടും പറയട്ടെ, when was the last time you saw a dream? When was the last time that you were happy that God showed me in a dream? ഒരു സ്വപ്നത്തിൽ ദൈവം എന്നെ കാണിച്ചു എന്ന് പറയാനുള്ള അനുഭവം നിങ്ങൾക്ക് എന്താ ഉള്ളത്? അല്ലേ? അപ്പം പ്രത്യേകിച്ച് ഗോഡ് കമ്മ്യൂണിക്കേറ്റ്സ് ഡ്യൂറിങ് ദ നൈറ്റ്. രാത്രി ഉറക്കത്തിലല്ലേ സ്വപ്നം വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈവൻ വെൻ വി സ്ലീപ്പ് ഗോഡ് ക്യാൻ സ്റ്റിൽ ടോക്ക് ടു അസ്. നമ്മുടെ പേരും ചർച്ചയിൽ വന്ന് പുൽപ്പിറ്റി കൂടെ കേൾക്കുന്ന പ്രസംഗത്തിൽ കൂടെയാണ് ദൈവം സംസാരിക്കുന്നത്. ദാറ്റ്സ് ഓൺലി വൺ ചാനൽ. ബട്ട് ഈവൻ ഇൻ യുവർ ബെഡ്റൂം ഗോഡ് ക്യാൻ സ്റ്റിൽ സ്പീക്ക് ടു യു. ദൈവത്തിന് നിങ്ങളുടെ ഉറക്കറയിലും നിങ്ങളുടെ ബെഡ്റൂമിലും നിങ്ങളോട് സംസാരിക്കാം. അതൊരു സ്വപ്നത്തിലൂടെ ആയിരിക്കും ചിലപ്പോഴെന്നേ ഉള്ളൂ. അവിടെ ശരിക്കും ദൈവം യാക്കോബ് ഒരിക്കലും ഓടിപ്പോവുക പേടിച്ച്. പക്ഷേ ഹീ സോ എ ഡ്രീം. എന്താണ്? ഒരു ഏണി സ്വർഗത്തിൽ നിന്ന് താഴേക്ക് ദൂതന്മാർ ഇറങ്ങുകയും കയറുകയും ചെയ്തു. ഉണർന്നപ്പോൾ എന്താ പറഞ്ഞത്? അയ്യോ, ഇത് ദൈവഭവനോ, ദിസ് ഇസ് ബെത്തേൽ, ദ ഹൗസ് ഓഫ് ഗോഡ്. ഞാൻ ചോദിച്ചോട്ടെ, നമ്മൾ ഉറങ്ങി എണീറ്റ് പോയി രാത്രിത്തെ സ്വപ്നം കണ്ടിട്ട് വാ ഇത് ദൈവമാണ് എന്ന് സന്തോഷിച്ച് നമ്മൾ ദൈവത്തെ സ്തുതിച്ചിട്ടുണ്ടോ ഉറക്കം എണീറ്റിട്ട്? ഒത്തിരി പേര് പറയാറ്, ഇന്നലെ ഞാൻ എന്തോ ഒരു നല്ല സ്വപ്നം കണ്ട് അത് മറന്നുപോയി. ഇവിടെ എന്തോ ദാനിയേലുണ്ടോ ചെന്ന് ചോദിക്കാൻ? അല്ലേ? ഇഫ് യു സോ എ ഡ്രീം ആൻഡ് യു ഫൊഗോട്ട്, നോ വേ, നോ ഡാനിയൽസ് ഹിയർ, നോ ജോസഫ്സ് ഹിയർ. അല്ലേ? അങ്ങനെ കാണുന്ന സ്വപ്നമല്ല ഞാൻ പറയുന്നത്. ദൈവം ഇന്നും സംസാരിക്കും എന്നുള്ള കാര്യം മറക്കരുത്. അത് ജോസഫിനോട് സംസാരിച്ചു, ദാനിയേലിനോട് സംസാരിച്ചു, ഈവൻ വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാനോടുമൊക്കെ പല ദർശനങ്ങളും ഒക്കെ കൊടുത്തു എന്നുള്ള കാര്യം മറക്കരുത്. നമുക്ക് വീണ്ടും അവിടെ ലൂക്കോസിന് 2-ാം അധ്യായം 4-ാം വാക്യം. യോസേഫ് നാടിൻ്റെ നിയമങ്ങളെ പാലിക്കുന്നവനായിരുന്നു. ഇന്ന് നമുക്കൊരു പ്രശ്നമുണ്ട്. ക്രിസ്ത്യാനികളാണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഏതെങ്കിലും നാട്ടിലെ നിയമം പാലിക്കാതിരിക്കാൻ പറ്റുമോ? ആസ് ഓഫ് നൗ ഇതുവരെയും എല്ലാ നാടിൻ്റെ നിയമങ്ങളും നമുക്ക് പാലിക്കത്തക്ക നിയമങ്ങളാണ്. അത് പാലിക്കണം, അല്ലേ? നമ്മൾ ജീവിക്കുന്ന രാജ്യത്തെ സർക്കാരുകൾ പാസ്സാക്കുന്ന എന്ത് നിയമവും നമ്മൾ പാലിക്കേണ്ടത് തന്നെയാണ്. പക്ഷേ ഇനി മുന്നോട്ടുള്ള കാലങ്ങൾ എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ ഒരു ദൈവവിശ്വാസിക്ക് പാലിക്കാൻ കഴിയാത്ത ചില നിയമങ്ങളൊക്കെ നാളെ വന്നെന്നിരിക്കും. അന്ന് ദൈവം നോക്കിക്കൊള്ളും. അന്ന് അതിനു വേണ്ടുന്ന ദൈവം കൃപ തരും. ഇന്ന് അതിനെപ്പറ്റി ഇപ്പം വിഷമിക്കേണ്ട. ആസ് ഓഫ് നൗ നാടിൻ്റെ നിയമങ്ങളും സിവിൽ നിയമങ്ങളും നമ്മൾ പാലിക്കണം. അത് ദൈവത്തിൻ്റെ കൽപ്പനയും കൂടെയാണ്, അല്ലേ? ഈ അധികാരങ്ങൾക്ക് കീഴ്പ്പെട്ടിരിക്കണം. യു ഹാവ് ടു ഒബേ, അല്ലേ? ഓൾ ദ സിവിൽ ലോസ് എന്നുള്ളത് അവിടെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ നമുക്കറിയാം, അവർ ഓടി തിരിച്ചു വന്നു. കുഞ്ഞുമായിട്ട് അവർ വീട്ടിൽ താമസമായി. വീട്ടിൽ താമസമായിരിക്കുമ്പോഴാണ് ആര് വന്ന് കാണുന്നത്? വിദ്വാൻമാർ. ദി വൈസ് മെൻ കെയിം ആൻഡ് ദേ സോ നോട്ട് ബേബി ജീസസ്, ബോയ് ജീസസ് അറ്റ് എ ഹോം. ഒരു വീട്ടിൽ വന്നാണ് കണ്ടത്. പക്ഷെ അവർ വരാൻ ഒത്തിരി താമസം കൊടുത്തു. കാരണം അവിടെ ഈസ്റ്റിൽ നിന്ന് വരണ്ടേ. രാജ്യം ഏതാണെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ ഒത്തിരി അവർ ട്രാവൽ ചെയ്ത് അവർ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടാണ് വന്നത്. പക്ഷേ ചില സമയത്ത് ഗൂഗിൾ മാപ്പ് നമ്മളെ തെറ്റിക്കും. അതുപോലെ എവിടെയോ വെച്ച് ഈ നക്ഷത്രം അവരെ തെറ്റിച്ചാണോ അതോ ഇവർക്ക് തെറ്റിപ്പോയതാണ്? എന്തായാലും കൊള്ളാം, ദേ എൻ്റെ അടുപ്പ് എന്താ റോങ് പ്ലേസ്. എവിടെ ചെന്ന് കയറിയത്? ഹെരോദാവിൻ്റെ കൊട്ടാരം ചെന്ന്. തിരുമനസ്സേ, ഇവിടെയാണ് ജനിച്ചത് യഹൂദന്മാരുടെ രാജാവ്. ദൈവമേ, അങ്ങയുടെ സ്വസ്ഥത പോയി, അല്ലേ? അത് കാരണം എന്ത് പറ്റിയെന്ന് അറിയാമോ? വൈസ് മെൻ ക്യാൻ മേക്ക് വൈസ് മിസ്റ്റേക്സ്. എന്ത് പറ്റിയെന്നറിയാമോ? ബിക്കോസ് ഓഫ് ദെയർ വൈസ് മിസ്റ്റേക്സ് എത്ര കുഞ്ഞുങ്ങളുടെ ജീവൻ പോയി. ശ്രദ്ധിച്ചോ? ഇല്ലേ? നമ്മൾ ഈ പറഞ്ഞ പോലെ ബുദ്ധി ഇല്ലാതൊക്കെ ചെന്ന് കയറിയ ഒത്തിരി നഷ്ടകഷ്ടങ്ങൾ ഉണ്ടാക്കി വയ്ക്കും പ്രിയപ്പെട്ടവരെ. അവർ വിദ്വാന്മാരൊക്കെ ആയിരുന്നു. പക്ഷേ അവരെവിടെയോ വെച്ച് ആ ഡയറക്ഷൻ തെറ്റിപ്പോയി. അത് കാരണം ഒത്തിരി പൊല്ലാപ്പുണ്ടായി. പക്ഷേ പിന്നീട് അവർക്ക് കാര്യം മനസ്സിലായി. അവർ വീട്ടിൽ ചെന്നു, യേശുവിനെ കണ്ടു, ഈ സമ്മാനങ്ങളൊക്കെ കൊടുത്തു, വണങ്ങി, നമസ്കരിച്ചു. അവർ വേറെ വഴിയായി തിരിച്ചുപോയി. അവർ ദൈവത്തെ വീണ്ടും അവരനുസരിച്ചു എന്നുള്ള മനസ്സിലാണ്. അപ്പം ഇവിടെ
wise men couldn't reach Jesus without following the star. അല്ലേ? ഇന്നും ഓർക്കണം, ഈ സ്റ്റാർ എന്ന് പറയുമ്പം ശരിക്കും ഇന്ന് നമ്മൾ മുകളിലോട്ട് നോക്കി നക്ഷത്രം എണ്ണിയല്ല നമ്മൾ നടക്കുന്നത്, അല്ലെങ്കിൽ നക്ഷത്രത്തെ പിൻപറ്റിയല്ല നമ്മൾ പോകുന്നത്. ഇന്ന് ആ സ്റ്റാർ എന്താണെന്ന് ചോദിച്ചാൽ ദ വേർഡ് ഓഫ് ഗാഡ്, ദിസ് ഈസ് അവർ ഗൈഡ്. അല്ലേ? ഇന്ന് നമുക്കിതാണ് റൂട്ട് മാപ്പ്. ഈ വചനത്തിലൂടെ ചെന്നെങ്കിലേ നമുക്ക് യേശുവിൻ്റെ അടുത്ത് ചെല്ലാൻ പറ്റൂ. എത്ര പേരത് വിശ്വസിക്കുന്നു? സോ ഇഫ് യു ആർ എ ക്രിസ്ത്യൻ, യു നീഡ് ദ വേർഡ് ഓഫ് ഗാഡ്. നിൻ്റെ വചനം എൻ്റെ കാലിന് ദീപം. യുവർ വേർഡ് ഈസ് എ ലാമ്പ് അൺ ടു മൈ പാത്ത്, ഇൻ ടു മൈ ഫീറ്റ് ആൻഡ് ടു മൈ പാത്ത്. എൻ്റെ വഴി എനിക്ക് കാണിച്ചു തരുന്നത് ഈ ദൈവവചനമാണ്. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും ഈ ദൈവവചനത്തിനായിട്ട് സ്തോത്രം. ഈ ദൈവവചനം നമ്മുടെ ഭരണഘടനയ്ക്ക് മുകളിലാണെന്നുള്ള കാര്യവും മറക്കരുത്. പക്ഷേ അത് തമ്മിൽ കോൺട്രഡിക്റ്റ് ചെയ്യുന്നില്ല ദൈവത്തിൻ്റെ സ്തോത്രം. അതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. അല്ലേ? നമുക്ക് ഭരണഘടനയും നമുക്കനുസരിക്കാം, നമുക്ക് ദൈവവചനവും അനുസരിക്കാം. പക്ഷേ ചില രാജ്യങ്ങളിൽ അങ്ങനെയല്ല. ഇവിടെയും ദൈവകൃപയാൽ ഇന്ത്യയിലും ഇതുവരെയും കുഴപ്പങ്ങളൊന്നുമില്ല. അല്ലേ? നമുക്ക് അപ്പം ഈ ദൈവവചനം ആണ് നമ്മളെ നയിക്കുന്ന ആ നക്ഷത്രം എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് പ്രിയപ്പെട്ടവരെ. അപ്പം ഇവിടെ ഈ ഹെരോദാവ് പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ പോയി ആ യേശുവിൻ്റെ വീട് എവിടെയാണെന്ന് കണ്ടുപിടിച്ച് കണ്ട് നമസ്കരിച്ചിട്ട് ഇതുവഴി വന്ന് എൻ്റെ അടുത്ത് വരണം, ഞാനും പോവാം. അല്ലേ? ഗോ ആൻഡ് ഫൈൻഡ് ഹിം ആൻഡ് ടെൽ മീ. ഇന്ന് ഒത്തിരി പേർക്ക് ദേ വോണ്ട് മേക്ക് എനി എഫേർട്ട് ടു ഗോ ആൻഡ് സീ ജീസസ്. ദേ ആർ ഓൾ വെയിറ്റിംഗ് ഫോർ അതേഴ്സ് ടു കം ആൻഡ് ടെൽ അബൌട്ട് ജീസസ്. ഇന്ന് ഒത്തിരി പേരുണ്ട്, ബ്രദറെ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണേ, അങ്ങനെ പറയുന്ന എത്ര പേരുണ്ട്? അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് എന്താ പ്രാർത്ഥിച്ചൂടെ? അല്ല, എനിക്കൊത്തിരി തിരക്കുണ്ടല്ലേ. അപ്പോൾ ബ്രദറാകുമ്പോൾ ബ്രദറിന് വേറെ പണിയൊന്നും ഇല്ലല്ലേ, ബ്രദർ അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചോ. എനിക്കൊത്തിരി ഫോൺ വരും, കോളുകൾ വരും. പല കോളും വരുമ്പോൾ എങ്ങനെ ആദ്യം ഹലോ, പ്രയർ ടവറാണാ? ഞാൻ എന്തോന്ന് പ്രാർത്ഥനാ ഗോപുരമാണാ? ഞാൻ പറഞ്ഞത് ഗോപുരമൊന്നുമല്ല, ഇത് വീടാണ്. അയ്യോ, റോങ് നമ്പർ. ഞാൻ ചോദിച്ചോട്ടെ, ഈ പ്രാർത്ഥനാ ഗോപുരം, ഞാനിപ്പോൾ ജീസസ് കോളേജിൻ്റെ പ്രയർ ടവർ അല്ല ഈ പറയുന്നത്. ഒത്തിരി പേർക്കും ഒരു ചിന്തയുണ്ട്, ഈ നമ്പറിൽ വിളിച്ചാൽ ആരോ അവിടെ ഇരുന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രാർത്ഥിക്കുമോ? അല്ല, ഞാൻ കളിയാക്കി പറയല്ല, ഒരു സത്യം പറയുക. അനേകർക്ക് ഞാൻ ചോദിച്ചോട്ടെ, ഈ പറയുന്നവർക്ക് ദൈവമേ എന്ന് വിളിച്ചാൽ കേൾക്കുന്നൊരു ദൈവം ഉണ്ട് പ്രിയപ്പെട്ടവരെ. അല്ലേ? അങ്ങനെ പ്രത്യേകിച്ച് ഈ പ്രാർത്ഥിക്കാൻ സിദ്ധിയുള്ള സിദ്ധന്മാരോ അങ്ങനെയുള്ള കൃപയുള്ള അങ്ങനെ ഒരു കൂട്ടരല്ല പ്രിയപ്പെട്ടവർ. ആർക്ക് വേണമെങ്കിലും അല്ലേ, നിങ്ങൾക്കിരുന്നിടത്തിരുന്ന് പ്രാർത്ഥിച്ചാൽ അത് കേൾക്കുന്നൊരു ദൈവമുണ്ട്. അല്ലേ? പിതാവായ ദൈവത്തോട് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ശരിയായ പ്രാർത്ഥന വചനപ്രകാരം. ഒരു പക്ഷേ ആ അറിവ് ലഭിക്കുന്നതിന് മുമ്പ് ചിലർ യേശുവേ എന്ന് ചിലപ്പോൾ വിളിക്കണമെന്നില്ല, ദൈവമേ എന്നായിരിക്കും, ഈശ്വരാന്നായിരിക്കും വിളിക്കുന്നത്. പക്ഷേ ഓർക്കണം, അവരുടെ ആ ഒരു ഇന്നസെൻസിൽ വിളിക്കുന്ന വിളി അതെൻ്റെ ദൈവം കേൾക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. കാര്യം നമുക്കറിയാം, പുതിയ നിയമത്തിൽ പത്രോസിനെ ഒരു ജാതിയൻ്റെ വീട്ടിലേക്ക് വിട്ടു, പുറജാതിക്കാരൻ്റെ വീട്ടിൽ. ആരുടെ വീടാണ്? കൊർന്നല്യോസിൻ്റെ വീട്ടിൽ. അങ്ങനെയാണല്ലോ നമ്മളെല്ലാവരും ഇന്ന് ഉള്ളിൽ വന്നത് ഒരർത്ഥത്തിൽ. പക്ഷേ അവിടെ എന്താണ് പറഞ്ഞത്? നിൻ്റെ പ്രാർത്ഥന അങ്ങ് വന്നു. പക്ഷെ നീ രക്ഷിക്കപ്പെടണമെങ്കിൽ യേശുവിനെ സ്വീകരിക്കണം. അതിൻ്റെ അർത്ഥം അത് നീ സുവിശേഷം കേൾക്കണം. പക്ഷേ തൻ്റെ പ്രാർത്ഥന അതിനു മുമ്പ് എത്തി. പ്രാർത്ഥന മാത്രമല്ല എത്തിയത്, നിൻ്റെ നല്ല പ്രവൃത്തികളും എത്തി. നീ കൊടുത്ത ഇതെല്ലാം അവിടെ എത്തി. നിൻ്റെ നല്ല ജീവിതമൊക്കെ ഞങ്ങൾ കണ്ടു. അതിൻ്റെ അർത്ഥം സ്വർഗം ഇതൊക്കെ വരവ് വെച്ചു. പക്ഷേ അതിൻ്റെ പൂർത്തീകരണം എപ്പോഴാണ്? സുവിശേഷം കേട്ട് യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കണം. ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന എല്ലാവരോടും ഞങ്ങൾക്ക് പറയാനുള്ള ഒറ്റ അഭ്യർത്ഥന, രണ്ട് കൈയും കൂപ്പിക്കൊണ്ട് പറയട്ടെ, നിങ്ങൾ നല്ല മനുഷ്യരാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണ്, നിങ്ങൾ ദാനധർമ്മങ്ങൾ ചെയ്യുന്നവരാണ്, നിങ്ങൾ പുണ്യപ്രവൃത്തികൾ ചെയ്യുന്നവരാണ്, പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നവരായിരിക്കാം, ഈ പറഞ്ഞ പോലെ വലിയ തെറ്റുകുറ്റങ്ങളൊന്നും ചെയ്യാത്തവരായിരിക്കാം, മനുഷ്യ സ്നേഹികളാണ്. അതൊക്കെ ശരി, അതെല്ലാം സ്വർഗം കാണുന്നു കേൾക്കുന്നു. പക്ഷേ ഒരു കുറവുണ്ട്. എന്താണെന്നറിയാമോ? രക്ഷകനായ യേശുവിനെ 2000 കൊല്ലം മുമ്പ് ഭൂമിയിലേക്ക് പിതാവ് അയച്ചു തന്നത്, ആ പുത്രനായ യേശു ക്രിസ്തു നമ്മുടെ എല്ലാ പാപങ്ങൾക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ നമ്മൾ മരിക്കേണ്ടിയിരുന്ന മരണം താൻ ഏറ്റെടുത്തുകൊണ്ട് താൻ അങ്ങ് മരിച്ചു. നമ്മുടെ പാപത്തിൻ്റെ ഒരു കടം താൻ കൊടുത്ത് തീർത്തു. അവിടെ ഇനി നമ്മൾ ശിക്ഷിക്കപ്പെടണം. വി ഡോണ്ട് ഹാവ് ടു ബി പണിഷ്ഡ് എനിമോർ. വൈ? ബിക്കോസ് ജീസസ് ഓൾറെഡി ടുക്ക് അവർ പണിഷ്മെൻറ്റ് ആൻഡ് ഹി വെൻറ്റ് ടു ദ ക്രോസ് ആൻഡ് ഡൈഡ് ഓൺ ബിഹാഫ് ഓഫ് അസ്.
അതിനെയാണ് പറയുന്ന വാക്കാണ് സബ്സ്റ്റിറ്റ്യൂഷണറി ഡെത്ത് എന്ന് പറയും. നമുക്ക് പകരമായി ഒരാൾ മരിച്ചു. ഞാൻ ചോദിച്ചോട്ടെ, നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലോ നമ്മുടെ ഇപ്പം IPC അല്ലല്ലോ, മറ്റേ നിയമമാണല്ലോ, സുപ്രീം കോടതിയിലായിട്ട് എവിടെയെങ്കിലും ആയിട്ട്, അവിടെ എവിടെയെങ്കിലും ഒരു 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 കൊലയാളിക്കോ ഒരു ക്രിമിനലിനോ വേണ്ടി പകരം ഒരാൾ ശിക്ഷ അനുഭവിക്കാൻ പറ്റുമോ? ഇപ്പോൾ എനിക്കങ്ങ് ഭയങ്കര സ്നേഹം ഗോവിന്ദചാമിയോട്. ഞാൻ ചെന്ന് പറയാണ്, ബഹുമാനപ്പെട്ട കോടതി ഗോവിന്ദചാമിയെ വെറുതെ വിടുമാറാകണം. എന്താണ്? അപ്പോൾ അയാൾ ബാക്കിയുള്ള ശിക്ഷ ഞാനകത്ത് വന്ന് കിടക്കാം, ഇനി അയാൾക്ക് എത്ര വർഷം കൊണ്ടുണ്ട് ഞാൻ പോയി കിടക്കാം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കോടതി അങ്ങേരെ ഇറക്കി വിട്ടിട്ട് എന്നെ കയറ്റുമോ? കയറ്റൂല. പക്ഷെ ദൈവം ഒരിക്കൽ അത് സമ്മതിച്ചു, ഒരേ ഒരു തവണ. ആരോട് സമ്മതിച്ചു? പിതാവേ, ഞാൻ പോകാം, അവരുടെ എല്ലാം പാപത്തിന് അങ്ങ് വിധിച്ചിരിക്കുന്ന മരണശിക്ഷ ഞാനത് മരിക്കാം, എന്നെ കൊന്നോ കുഴപ്പമില്ല, പക്ഷെ അവരെ വെറുതെ വിടണം. നല്ലോണം ആലോചിച്ചിട്ടാണോ? അതെ. പോയി ആ ക്രൂശും എടുത്തുകൊണ്ട് പോകുന്ന ആ അനുഭവം എന്തുമാത്രം വേദനയാണെന്നറിയാമോ യേശു അനുഭവിച്ചത്? ആ ക്രൂശിൽ കിടന്നിട്ട് ഒരു നിമിഷം ഇങ്ങനെയും കൂടെ ഒന്ന് നിലവിളിച്ച്, എന്താണെന്നറിയാമോ? എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? യേശു ഒരിക്കലും ദൈവമേ എന്നല്ല വിളിച്ചിട്ടുള്ളത്, എപ്പോഴും പിതാവേ എന്നാണ് വിളിച്ചിട്ടുള്ളത്. ആ ഒരൊറ്റ പ്രാവശ്യമാണ് യേശു, ഇൻസ്റ്റെഡ് ഓഫ് കോളിംഗ് ഫാദർ, ഹി കോൾഡ് മൈ ഗോഡ്, മൈ ഗോഡ്, വൈ ഹാവ് യു ഫോർസേക്കൻ മീ? എന്നെ മറന്നോ നീ? എന്നെ കൈവിട്ടോ നീ? കൈവിട്ടെന്നോ കൈവിട്ടില്ല എന്നോ പറഞ്ഞില്ല. എൻ്റെ അർത്ഥം, ദൈവം എന്ത് ചെയ്തു? പിതാവായ ദൈവം മുഖം മറച്ചു കളഞ്ഞു. ഹി ടേൺഡ് ഹിസ് ഫേസ് അവേ. എന്തുകൊണ്ടാ? എൻ്റെയും നിങ്ങളുടെയും പാപം മുഴുവൻ അത് ഏറ്റെടുത്തുകൊണ്ട് ആ ക്രൂശിൽ കിടക്കുക. നീതിമാനായ ദൈവത്തിന്, ഹോളി ഗോഡ് കനോട്ട് ടോളറേറ്റ് സിൻ, അല്ലേ? അതുകൊണ്ടാണ് ഒരു നിമിഷത്തേക്ക് മുഖം മറച്ചു കളഞ്ഞത്. അങ്ങനെ ഒരു പാപവും ചെയ്യാത്ത യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ദൈവം വിധിച്ചിരുന്ന മരണശിക്ഷ ആ ക്രൂശിൽ നമുക്ക് പകരമായി ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ സ്ഥാനത്ത് മരിച്ചു. ഇതാണ് സുവിശേഷം പ്രിയപ്പെട്ടവരെ, ഇതാണ് ക്രിസ്മസിൻ്റെ സന്ദേശം. അതാ ഞാൻ പറഞ്ഞത്, കണ്ണും കാത്തിരുന്നു എന്ന് 2 ചാട്ടം ചാടി, ഒരു കിളവൻ വയറും കുലുക്കിക്കൊണ്ട് കുറേ ചാടിയിട്ടൊന്നും കാര്യമില്ല. ഇന്ന് ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ആ കിളവൻ്റെ ചാട്ടവും ആട്ടവുമാണ്. ക്രിസ്മസിന് ഇത്രയും അവഹേളിക്കുന്ന ഒരു കാലം വേറെ ഇല്ല പ്രിയപ്പെട്ടവരെ. പക്ഷെ എവിടെയെങ്കിലും നമ്മൾ സത്യം പറയണം, വല്യപ്പൻ്റെതല്ല ക്രിസ്മസ്. വല്യപ്പന് ക്രിസ്മസായിട്ട് യാതൊരു കാര്യവുമില്ല. ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ജനനവും പിതാവ് തൻ്റെ പുത്രനെ നമുക്കായി തന്നതും, ആ പുത്രൻ നമ്മളെ അത്രയ്ക്ക് സ്നേഹിച്ചിട്ട് നമുക്ക് പകരമായി മരിച്ചതും, ആ പുത്രൻ അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റതും, താനിപ്പോൾ പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി അപേക്ഷിക്കുന്നതും, എത്രയും പെടുന്ന സ്ഥലമൊരുക്കി നമ്മളെ ചേർക്കാൻ ഈ പുത്രനായ യേശു ക്രിസ്തു വരും. പണ്ട് ഞങ്ങൾ ക്രിസ്മസ് കാരൽ പാടാൻ പോകുമ്പം 2 പാട്ട് പാടും. ആദ്യം ഒരു ക്രിസ്മസ് സോങ്, അത് ഈ ഉണ്ണി പിറന്നു എന്ന് പോലത്തെ ആ അർത്ഥം വരുന്നൊരു പാട്ടാണ്. അപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. ഓക്കെ, ക്രിസ്മസ് പാടി പോകാൻ നേരത്തെ ഞങ്ങൾ 2 വാക്ക് പറഞ്ഞിട്ട് ഒരു പാട്ടും കൂടി പാടി നിർത്തും. അതേതാണെന്നറിയാമോ? വി വിഷ് യു എ മേരി ക്രിസ്മസ് അല്ല, യേശുരാജൻ വേഗം തൻ്റെ വാനസമൂഹവുമായി വന്നിടുന്നി ലോകത്തിൽ രാജാവായി വാഴുവാൻ. യേശു അന്നൊരു ബലഹീനനായി, അശരണനായി, ഒരു എന്താ പറയുക, ഹെൽപ്ലെസ് ബേബ് എന്നൊക്കെ പറഞ്ഞ പോലെ അതൊരു നാറ്റം പിടിച്ചൊരു തൊഴുത്തിൽ കൊണ്ട് കിടത്തി. എത്ര ഗതികേടായിരുന്നു യേശു കുഞ്ഞിൻ്റെ ആ കിടപ്പ്. ഇനി ഇതേ യേശു, ദ സെയിം ജീസസ് ഇസ് ഗോയിങ് ടു കം ബാക്ക് അഗെയിൻ, ബട്ട് ഈസ് നോട്ട് ഗോയിങ് ടു കം ബാക്ക് ആസ് എ ബേബ്, ഹെൽപ്ലെസ് ബേബ്. ഇനി വരുന്നത് രാജാതി രാജാവായി ഈ ലോകത്തെ വാഴുവാനായി വരും. യേശുവിൻ്റെ ഇനിയൊരു വരവുണ്ട്. അപ്പോൾ ഈ ക്രിസ്മസിൽ യേശുവിൻ്റെ ഇനിയുള്ള വരവിനെപ്പറ്റി പറയാതെ നിർത്തിയാൽ ക്രിസ്മസ് മെസ്സേജ് ഇസ് ഇൻകംപ്ലീറ്റ്. എത്ര പേർക്ക് മനസ്സിലായി? ദ മെസ്സേജ് ഓഫ് ക്രിസ്മസ് ഇസ് ഇൻകംപ്ലീറ്റ് വിത്തൗട്ട് ദി സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ്. യേശുവിൻ്റെ ഇനിയുള്ള വരവിനെപ്പറ്റി പറയാതെ നിർത്തിയാൽ ഈ ക്രിസ്മസിൻ്റെ വിശേഷം പൂർത്തിയാകുന്നില്ല, അത് അപൂർണമാണ്. അതുകൊണ്ടാണ് യേശു ഇനിയും വരുന്നു. നിന്നെ കേൾക്കുന്ന എല്ലാവരോടും പറയട്ടെ, യേശു വരുന്നത് ഏത് രാജ്യം സ്ഥാപിക്കാനാണ്? ക്രിസ്തീയ രാജ്യം സ്ഥാപിക്കാനല്ല.
യേശു വരുന്നത് ദൈവരാജ്യം സ്ഥാപനം, അതിൻ്റെ പൂർത്തീകരണമാണ് അല്ലേ? അതിനുവേണ്ടിയാണ് യേശു വന്ന് രാജാതി രാജാവായി ഈ ഭൂമിയെ വാഴും. സകല മുഴങ്കാലുകളും മടങ്ങും, സകല നാവുകളും യേശു കർത്താവെന്ന് പറയും, കൺഫസ് ചെയ്യും. അങ്ങനെ ഒരു കാലം വരും. ആ യേശുവിൻ്റെ വരവിന് മുമ്പായിട്ട് ഈ ഭൂമിയിൽ അനേക സംഭവങ്ങൾ നടക്കും. ഒത്തിരി അടയാളങ്ങൾ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. അടയാളങ്ങളെല്ലാം നമ്മുടെ കൺമുമ്പിൽ നിറവേറിക്കൊണ്ടിരിക്കുക. ഇനി യേശു വരുന്നതിന് മുമ്പ് നടക്കാനുള്ള അടയാളങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞേ? 3rd വേൾഡ് വാർ അല്ലേ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ? 3ാം ലോകമഹായുദ്ധം വരും, അപ്പോൾ അവസാനം വരും. അങ്ങനെയാണോ? അല്ല. ഇനി ഒരു വലിയ സുനാമി വരും. അല്ല, സുനാമിയൊക്കെ എന്നും ഉണ്ടായിരുന്നു, മഹായുദ്ധങ്ങളും എന്നും ഉണ്ടായിരുന്നു, ഭൂമികുലുക്കം എന്നും ഉണ്ടായിരുന്നു, ക്ഷാമം. ഇപ്പോൾ തന്നെ നമ്മളിവിടെ 3 നേരം മൂക്കുമുട്ട കഴിക്കുമ്പം എത്രയോ രാജ്യങ്ങളിൽ 1 നേരം ഭക്ഷണം ഇല്ല പ്രിയപ്പെട്ടവരെ, അത് ഓർക്കണം അല്ലേ? അപ്പം യുദ്ധങ്ങൾ, ക്ഷാമം, ഭൂകമ്പം, സുനാമി, ഇതെല്ലാം എന്നും ചരിത്രത്തിലുണ്ട്. പക്ഷേ ഇതിൻ്റെ എണ്ണം കൂടിക്കൂടി, ഫ്രീക്വൻസി കൂടിക്കൂടി വരിക. ഈ 2026 ഞാൻ വേദനയോടെ പറയട്ടെ, എനിക്കറിയാവുന്ന ചില പ്രവാചക വരമുള്ള ചിലരെങ്കിലും എന്നോട് പറഞ്ഞു 2026 ഗോയിങ് ടു ബി വെരി ഹൊറിബിൾ ഫോർ ഇന്ത്യ. ഇന്ത്യയിൽ വളരെ ദാരുണമായ, മാരകമായ വലിയ പ്രഹരങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാകാൻ പോകുന്നു. അത് പ്രകൃതി ദുരന്തങ്ങളാണ് കൂടുതലും. അതേത് സ്ഥലങ്ങളെന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്കത് പ്രാർത്ഥിക്കാം, അത് ദൈവം ഒഴിവാക്കാൻ വേണ്ടി. പക്ഷേ ദൈവത്തിൻ്റെ കയ്യിലാണ് അതിരിക്കുന്നത്, നമ്മുടെ കയ്യിലല്ല. പക്ഷേ നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മളെ കാക്കണമേ, ദേശത്തെ കാക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. കാര്യം ഈ ദേശത്തിൻ്റെ വി ആർ സപ്പോസ് ടു ബി ദ വാച്ച്മെൻ ഓഫ് ഇന്ത്യ. നമ്മൾ ഇന്ത്യ രാജ്യത്ത് നമ്മളെ ദൈവം ആക്കിയിരിക്കുന്നെങ്കിൽ നമ്മൾ നമ്മുടെ മാതൃരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കും. നമ്മുടെ നാടിൻ്റെ സുരക്ഷിതത്വം എന്ന് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ദൈവമാണ് അത് സൂക്ഷിക്കുന്നത്. അപ്പം ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം. അപ്പം എന്തൊക്കെയാണ് ഇനി നമ്മുടെ മുമ്പിലുള്ളതെങ്കിലും അതെല്ലാം വിളിച്ചറിയിക്കുന്ന ഒരു സത്യം, യേശു ക്രിസ്തുവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങളും അടയാളങ്ങളുമാണ് നമ്മുടെ ചുറ്റും കാണുന്നത്. അങ്ങനെയെങ്കിൽ ഈ അടയാളങ്ങളും ലക്ഷണങ്ങളും എല്ലാം കാണുമ്പം ഒരു കാര്യം ഓർത്തോണം. എന്താണ്? യേശുവിൻ്റെ വരവ് സമീപമായി. The coming of the Lord Jesus is near. That's why we are seeing lot of things. ഇന്ന് പത്രം വായിക്കുമ്പം, ടി വി കാണുമ്പം എന്ത് ഹൊറിബിൾ വാർത്തകൾ നമ്മൾ വായിക്കുന്നത്. ഇതെല്ലാം കാണിക്കുന്ന അന്ത്യകാലത്തിൻ്റെ ലക്ഷണങ്ങളിലൊന്ന്, പീപ്പിൾ വിൽ ബി ലവേഴ്സ് ഓഫ് ദംസെൽവ്സ്. എന്താണ്? മനുഷ്യർ സ്വസ്നേഹികളായിത്തീരും. എന്നാലോചിച്ച് നോക്കിയേ, നമുക്ക് ആരോടാ സ്നേഹമുള്ളത്? പറഞ്ഞേ. നമുക്ക് നമ്മോടെ സ്നേഹമുള്ളൂ. സംശയം വല്ലതും ഉണ്ടോ? എനിക്കെന്നോടേ സ്നേഹമുള്ളൂ. അത് കഴിഞ്ഞിട്ടോ? അത് കഴിഞ്ഞിട്ട് വേണ്ടേ? കുഞ്ഞുണ്ണി മാഷിൻ്റെ ഒരു കവിതയാണ്, എനിക്കെന്നോടേ സ്നേഹമുള്ളൂ. ശരി, അത് കഴിഞ്ഞിട്ടോ? അത് കഴിഞ്ഞിട്ട് വേണ്ടേ? എനിക്ക് എന്നെ സ്നേഹിക്കാൻ ഒരു ജീവിതം പോരാ. ദൈവസ്നേഹം വർണ്ണിക്കാനല്ല എനിക്കൊരു ജീവിതം പോരാത്തത്, എനിക്കെന്നെ സ്നേഹിച്ചിടാൻ ഈ ജീവിതം പോരാ. അത് കഴിഞ്ഞിട്ടോ? അത് കഴിഞ്ഞിട്ട് വേണ്ടേ? സത്യമല്ലേ? നിങ്ങൾ ചിരിക്കാൻ വേണ്ടി പറയുകയല്ല, അതല്ലേ സത്യം. ഇന്ന് മനുഷ്യരെത്ര സ്വാർത്ഥരാണ്, എന്ത് സ്വാർത്ഥമതികളാണ് ശരിക്കും. അങ്ങനത്തെ ഒരു കാലത്തല്ലേ നമ്മൾ ജീവിക്കുന്നത്. അതൊരു അത്ഭുതമല്ല മാഡം, അത് ബൈബിളിലുണ്ട്. അന്ത്യകാലത്ത് മനുഷ്യർ സ്വസ്നേഹികളായിരിക്കും. അടുത്തത്, അപ്പനമ്മമാരെ അനുസരിക്കാത്തവർ. ദാണ്ട് ഇവിടെ 2 സൈഡിലും ഇരിപ്പുണ്ട്. ഇവരുടെ അപ്പനമാർ ഇവിടെ ഇരിപ്പുണ്ട്. ഒന്ന് വിളിച്ച് മാറ്റി നിർത്തി ചോദിച്ചാൽ അവർ പറയും അല്ലേ. അടുത്തത് വേറെന്തൊക്കെയാ? വാത്സല്യമില്ലാത്തവർ. എത്രയൊക്കെ നിങ്ങൾ മക്കൾക്ക് ചെയ്താലും അവർക്ക് എന്തില്ല? ഒരു നന്ദിയില്ല. പണ്ടാണെ പറയും, എന്താണ്, ഞാൻ നിന്നെ 10 മാസം ചുമന്നു പ്രസവിച്ച്. ഇപ്പോഴത്തെ മക്കളാണ് എന്തോന്ന്, അതുവരെ ഫേസ്ബുക്ക് ലൈവ് ഇട്ടില്ലേ? അതുവരെ ചുമന്ന് പ്രസവിക്കുന്നവരെ ഇട്ട് പൈസ ഉണ്ടാക്കുന്നവരാണ്. അങ്ങനത്തെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ. അപ്പോൾ 10 മാസം ചുമന്ന ഈ നമ്പറൊന്നും ഇപ്പോൾ ഏൽക്കുന്നില്ല. എന്താണ് 10 മാസം ചുമന്ന്? പിന്നെ അതിനുമ്പ് പണ്ടത്തെ പാവം നമ്മുടെ അമ്മമാർ പറയുമായിരുന്നു, എന്താണ്, ഞാൻ നിന്നെ നൊന്ത് പ്രസവിച്ച്. എന്തോന്ന് നൊന്ത്? കിംസിലെ ബർത്തിങ് സൂട്ട് എടുത്ത്, എപ്പിഡ്യൂറൽ അനസ്തീഷ്യ എടുത്ത് ഒരു വലിയ സെലിബ്രേഷനായിട്ടാണ് കുഞ്ഞിനെ വന്ന് അവിടെ അറിഞ്ഞിട്ട് പോലുമില്ല വേദന. എന്നിട്ടാണ് പറഞ്ഞത്, ഞാൻ നിന്നെ നൊന്ത് പ്രസവിച്ചു.
ഇന്ന് എത്ര അമ്മമാർക്ക് അങ്ങനെ പറയാൻ കഴിയുമെന്ന് സംശയമുണ്ടല്ലേ? അങ്ങനെയല്ല പ്രിയപ്പെട്ടവർ. മനുഷ്യർ വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഒത്തിരി കാര്യങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ? അതെല്ലാം ഇന്ന് നമ്മുടെ ചുറ്റും നടക്കുന്നത്. ഇതൊക്കെ വിളിച്ചു പറയുന്നത് ഹീ ഈസ് ഗോയിങ് ടു കം ബാക്ക് സൂൺ. എൻ്റെ വാക്ക് ഞാൻ നിർത്താൻ പോവാം. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് ഒത്തിരി പറയാനല്ല പറയുന്നത്. ലെറ്റ്സ് ടേക്ക് സം ടൈം ടു വർഷിപ്പ് ദിസ് ഗോഡ്. ഈ ദൈവത്തെ നമുക്കൊന്ന് സ്തുതിച്ച് ആരാധിക്കാൻ നമുക്ക് കഴിയണം. വാട്ട് ഈസ് ക്രിസ്മസ്? ഇപ്പം നിങ്ങൾ ഇത്രയും കേട്ടു. അവസാനം നിങ്ങളോട് ഒറ്റ ചോദ്യം, എന്താണ് ക്രിസ്മസ്? ക്രിസ്മസ് ഈസ് ഗോഡ്സ് ഗിഫ്റ്റ് ടു അസ്. ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ദൈവം നമുക്ക് തന്നൊരു സമ്മാനമാണ്. ആരാണ് സമ്മാനം? കേക്കല്ല സമ്മാനം. ജീസസ് ഈസ് ദ ഗിഫ്റ്റ്. ആരാണ് സമ്മാനം? യേശുവാണ് ആ സമ്മാനം. ഒരു സമ്മാനം എനിക്ക് തരുമ്പം എനിക്ക് രണ്ട് ചോയ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഓപ്ഷനുണ്ട്. ഐ ക്യാൻ റിസീവ് ഓർ ഐ ക്യാൻ റിജക്റ്റ്. ഇന്ന് പിതാവായ ദൈവം ഒരു സമ്മാനമായിട്ട് ക്രിസ്മസിൽ എന്താണ് ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും തരുന്നത്? ഒരു ഗിഫ്റ്റ് ബോക്സ് അല്ല അല്ലേ? ഇന്ന് പിതാവ് നമുക്ക് തരുന്ന സമ്മാനം യേശുവിനെ തന്നെയാണ്. ഇനി ഈ സമ്മാനം, നിങ്ങൾക്കൊരു സമ്മാനം ലഭിക്കുമ്പം ഒരു എന്താ പറയുക, ഒരു ബർത്ത്ഡേക്ക് നിങ്ങൾക്കൊരു ഗിഫ്റ്റ് തരുമ്പം അറ്റ്ലീസ്റ്റ് യു ഡിസേർവ് ഇറ്റ് അല്ലേ? നിങ്ങളുടെ മോക്കൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കുമ്പം ആ കുഞ്ഞ് പറയും ഐ ഡിസേർവ് ഇറ്റ്, കാരണം ഐ എം യുവർ ചൈൽഡ്, ടുഡേ ഈസ് മൈ ബർത്ത്ഡേ, യു ആർ മൈ മോം, യു ആർ മൈ ഡാഡ് എന്നൊക്കെ പറയും. പക്ഷെ ഞാൻ ചോദിച്ചോട്ടെ, ഈ ഗിഫ്റ്റ് ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഐ ഡിസേർവ്ഡ് ജീസസ്, ഐ ഡിസേർവ് ദിസ് ഗിഫ്റ്റ് എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്കേ. നമ്മൾ വാട്ട് ഡിഡ് വി ഡിസേർവ് ആക്ച്വലി? നമ്മൾ എന്തായിരുന്നു ശരിക്കും അർഹിച്ചിരുന്നത്? ഈ സമ്മാനം അർഹിച്ചിരുന്നോ? നമുക്ക് പകരം ഒരാൾ പോയി മരിക്കത്തക്ക വണ്ണം അങ്ങനെ ഒരു അർഹത എനിക്കുണ്ടായിരുന്നോ? പക്ഷെ എന്നെ അത്രയ്ക്ക് ഒരാൾ സ്നേഹിച്ചുകൊണ്ടില്ലേ എൻ്റെ ശിക്ഷ ഏറ്റെടുത്തിട്ട് എന്നെ ശിക്ഷിക്കാതെ അയാൾ ആ ശിക്ഷ എല്ലാം കൂടെ എടുത്തത്. അങ്ങനെ ഉള്ള ഒരു സ്നേഹം ഞാൻ അർഹിച്ചിരുന്നോ? ഡിഡ് ഐ എവർ ഡിസേർവ് ദാറ്റ് മച്ച് ലവ് ആൻഡ് കൈൻഡ്നസ് ഫ്രം എ ഗോഡ്, ദാറ്റ് ടു ആൻ ഹോളി ഗോഡ്? ഒരു വിശുദ്ധനായ ദൈവം, അതും ഒരു നീതിമാനായ ദൈവം. വെരി ക്വാളിഫൈഡ് ഫോർ ദ ഗിഫ്റ്റ്. ആ സമ്മാനത്തിന് നിങ്ങൾ ക്വാളിഫൈഡ് ആയിരുന്നോ? ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഐ വാസ് ക്വാളിഫൈഡ് ഫോർ ദ ഗിഫ്റ്റ്? എനിക്ക് വേണ്ട, ഐ ഡോണ്ട് നീഡ് ഇറ്റ്. ചിലർക്ക് ഈ ബാക്കിംഗ് ഉണ്ടെങ്കിലേ പ്രസംഗം വരൂ, അനോയിൻറ്റിങ് വരൂ, സാന്നിധ്യം വരൂ. എനിക്കിതൊക്കെ ഉണ്ടെങ്കിൽ തടസ്സമാണ് സാന്നിധ്യത്തിന്. സോറി, എനിക്ക് വേണ്ടി ഒന്നേ നിങ്ങൾ പ്രാർത്ഥിച്ച് ഞാൻ നന്നാവാൻ വേണ്ടി പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ തൽക്കാലം നന്നാവണം. ചിലതൊക്കെ ഞാൻ ഈ പ്രസംഗിക്കാൻ ചെല്ലുമ്പോൾ പെട്ടെന്ന് സാന്നിധ്യം ഞാൻ പറഞ്ഞു അത് ഇത്തിരി അടച്ചു വയ്ക്കുമോ, എനിക്ക് ഉള്ള സാന്നിധ്യം കൂടെ പോകുന്നത് വരുമ്പോൾ. ഓക്കെ, സോ ഡിഡ് യു ഡിസേർവ് ഇറ്റ്? നോ. അർഹിച്ചിരുന്നോ? ഇല്ല. വെരി ക്വാളിഫൈഡ് ഫോർ ഇറ്റ്? അതിന് ഞാൻ യോഗ്യനായിരുന്നു? ഇല്ല. വാസ് ദർ ആൻ അവാർഡ് ഓർ പ്രൊമോഷൻ? നോ. നോ. നമ്മൾ അർഹിച്ചിരുന്ന എന്താ? മരണം അല്ലേ? വാട്ട് ഡിഡ് വി ഡിസേർവ് ആക്ച്വലി? ഡെത്ത്, പണിഷ്മെൻറ്റ്, ദൈവത്തിൻ്റെ കോപം. അതാ എന്നെ നോക്കി ജ്വലിച്ചത്. ഐ വാസ് നോട്ട് വേർതി ടു റിസീവ് ഇറ്റ്. പക്ഷേ ദൈവകൃപയാൽ ടുഡേ ഐ എം എ റെസിപ്പിയൻ്റ് ഓഫ് ദാറ്റ് ഗിഫ്റ്റ് ആൻഡ് ഐ എം എ ബെനിഫിഷ്യറി ഓഫ് ദാറ്റ് ഗിഫ്റ്റ്. നോട്ട് ഓൺലി ഐ എം ദ റെസിപ്പിയൻ്റ്, ഐ എം ഓൾസോ എ ബെനിഫിഷ്യറി. ആ ദാനം എനിക്ക് സ്വീകരിക്കാനും ദൈവം കൃപ തന്നു. ഇനി ഈ ദാനമായിട്ട് എനിക്ക് വേണമെങ്കിൽ ദൈവത്തിന് മീഖായേലിനെയോ ഗബ്രിയേലിനെയോ ഒക്കെ അയക്കായിരുന്നു. Father God chose not to send any of his angels. He chose to send his own son. വേറെ ആരെയുമല്ല അയച്ചത്, തൻ്റെ പുത്രനെ അയച്ചു. ഈ പുത്രൻ ഭൂമി വന്നപ്പോൾ എന്താ പറഞ്ഞത്? മീ ആൻഡ് മൈ ഫാദർ വി ആർ വൺ അല്ലേ? ഒന്നായി, സയമീസ് ഇരട്ടകൾ പോലെ ഒന്നായിരുന്നു. അങ്ങനെ ഒന്നായിരുന്ന പിതാവ് പുത്രനെ അയച്ചു. Honestly asking you, I am asking you,
ഡിഡ് യു റിസീവ് എനി ഗിഫ്റ്റ്സ് ഡ്യൂറിങ് ദിസ് ക്രിസ്മസ്? ഈ ക്രിസ്മസിന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കിട്ടിയോ? പണ്ടൊക്കെ ആണെങ്കിൽ സ്നേഹിക്കുന്നവർ ഒരു കടയിൽ പോയി 2 രൂപയ്ക്ക് ഒരു ക്രിസ്മസ് കാർഡ് വാങ്ങിച്ച് അതിനൊരു കവർ ഇട്ട് അഡ്രസ്സ് എഴുതി അടുത്ത പോസ്റ്റ് ഓഫീസിൽ പോയി ബുക്ക് പോസ്റ്റ് എന്ന് എഴുതി 50 പൈസയുടെ ഒരു സ്റ്റാമ്പെങ്കിലും ഒട്ടിച്ചയക്കും. ഒട്ടിച്ചു പോയെങ്കിൽ 1 രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിക്കണം. മിനിമം ഒരു കാർഡ് അയക്കുന്നതിന് 3 രൂപയെങ്കിലും ചിലവുണ്ട്. ഇന്ന് നിങ്ങൾക്ക് വാട്സാപ്പിൽ കൂടെ നേരം വെളുത്ത് വന്നുകൊണ്ടിരിക്കുക. 5 പൈസയുടെ ചിലവുണ്ടോ? ഇത് വലിയ മെനക്കേടായിട്ട് വന്നിരിക്കുക. ദയവേത് ഈ ചർച്ചിലുള്ളവരെങ്കിലും എനിക്ക് അയക്കരുത്. ഞാൻ മൊത്തത്തിൽ ഗ്രൂപ്പിലൊന്ന് ഇട്ടു, അതാണ് എൻ്റെ ക്രിസ്മസ് വിഷ്. ഇത് വലിയ മെനക്കേടാണ്. നേരം വെളുത്തങ്ങ് തുടങ്ങും. അത് ചിലരുടെ ഒന്നും സാധനം ഓപ്പൺ ചെയ്യാൻ പോലും ഒക്കത്തില്ല. നമ്മുടെ ബാറ്ററിയും തീരും. സത്യം പറഞ്ഞാൽ ഇപ്പം നമ്മൾ കൊടുക്കുന്ന ഈ ഗിഫ്റ്റുകൾക്കൊന്നും 5 പൈസയുടെ വിലയില്ലാത്ത ഗിഫ്റ്റാണ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷേ the gift which God the Father gave me was a precious gift. ഏറ്റവും വിലപിടിപ്പുള്ള സമ്മാനമാണ് തന്നത്. ആ സമ്മാനം ആരായിരുന്നു? യേശുവായിരുന്നു. എൻ്റെ ചോദ്യം, ഈ ക്രിസ്മസിന് എനിക്ക് ആരും ഒരു കേക്ക് പോലും തന്നില്ല ബ്രദറെ എന്ന് പറയുന്നവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ ക്രിസ്മസിന് ദൈവം കേക്കല്ല വെച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് തൻ്റെ പുത്രനെ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ആ പുത്രനെ, അയ്യോ ഇത്രയും വലിയൊരു സമ്മാനമായിട്ട് ദൈവം എനിക്ക് യേശുവിനെ തരുന്നെങ്കിൽ എനിക്ക് ആ സമ്മാനം വേണം ബ്രദറെ. കേക്ക് കടയിൽ പോയാൽ മേടിക്കാം, പക്ഷേ യേശുവിനെ കടയിൽ കിട്ടത്തില്ല. ആ കിളവനെയും ചെന്ന് വേണേൽ വാങ്ങിക്കാം. പക്ഷേ കിളവന് ക്രിസ്മസായിട്ട്, കിളവനല്ലല്ലോ എന്നെ രക്ഷിച്ചത്, കിളവനല്ലല്ലോ എനിക്ക് വേണ്ടി മരിച്ചത്. ഞാൻ എന്തിനായി കിളവനെ ഇച്ചിരി കടുപ്പിച്ച് പറയുന്നതെന്ന് അറിയുമ്പോൾ, ഇവിടെയെങ്കിലും കിളവനെ കൊണ്ടുവന്നു കളയരുത്. അതുകൊണ്ടാണ് അവിടെ നമ്മുടെ ക്രിസ്മസ് പ്രോഗ്രാം ശ്രദ്ധിച്ചറിയാം. വി പർപ്പസ്ഫുള്ളി അവോയ്ഡ് ദാറ്റ് ഓൾഡ് മാൻ ഔട്ട് ബിക്കോസ് ദാറ്റ് ഗിവ്സ് എ റോങ് മെസ്സേജ് ടു ദി നെക്സ്റ്റ് ജനറേഷൻ. അതുകൊണ്ടാണ് ശ്രദ്ധിക്കണം. നിങ്ങൾ കുട്ടികളുള്ളവർ ശ്രദ്ധിക്കണം. സാന്റാക്ലോസ് അത്ര ഹാംഫുള്ളാണോ എന്ന് ചോദിച്ചാൽ എല്ലാം എന്ന് പറയാം. പക്ഷേ ഒത്തിരി ഹാംഫുള്ളായിട്ടുള്ള ഇങ്ങനെ ഒത്തിരി ക്യാരക്ടേഴ്സ് കുട്ടികളുടെ മനസ്സിലോട്ട് വരുന്നത്. ഹാലോവീൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പം വേറൊരു സാധനം. ഇറ്റ്സ് എ ടോട്ടൽ ഡിമോണിക് സേറ്റനിക് ഫെസ്റ്റിവലാണ്. പണ്ടത് അമേരിക്കയിലൊക്കെ ഉള്ളൂ, വെസ്റ്റേൺ കൺട്രീസിലേ ഉള്ളൂ. ഇപ്പം ഞാൻ നോക്കിയപ്പം ഞാൻ ഞെട്ടിപ്പോയി. ഇടയ്ക്ക് തിരുവനന്തപുരത്ത് ഏറ്റവും വലിയ മാളിൽ ഞാൻ പോയപ്പം ഒരു ഏരിയ മുഴുവൻ അതുമായിട്ട് ബന്ധപ്പെട്ട ഷോപ്പിങ്ങാണ്. അവിടെ ഞാൻ വേദനയോട് പറയട്ടെ, പിശാച് പല തന്ത്രങ്ങളിലൂടെ സാത്താന്യമായ പൈശാചികമായ പല കാര്യങ്ങൾ ആഘോഷങ്ങളുടെ പേരിൽ നമ്മുടെ ഉള്ളിലേക്ക് നുഴച്ച് കയറ്റുന്നുണ്ട്. ചർച്ചെങ്കിലും ഇത് മനസ്സിലാക്കി ഇങ്ങനെയുള്ളതിനെയൊക്കെ നമ്മൾ പുറത്താക്കണം പ്രിയപ്പെട്ടവരെ. ക്രിസ്മസ് ഇസ് ഓൾ അബൌട്ട് ജീസസ് ആൻഡ് നോ വൺ എൽസ്. ക്രിസ്മസ് ഇസ് ഓൾ അബൌട്ട് ജീസസ് ആൻഡ് നോ വൺ എൽസ്. യേശുവിനെ പറ്റിയാണ് ക്രിസ്മസ്, അല്ലാതെ മറ്റൊന്നിനെ പറ്റിയോ ആരെ പറ്റിയോ അല്ല പ്രിയപ്പെട്ട. ഇറ്റ്സ് നോട്ട് അബൌട്ട് ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ്. ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ ട്രീ ആൻഡ് the cards and the cakes and the wine and the carol. അതൊന്നും അല്ല. ഇറ്റ്സ് അബൌട്ട് ജീസസ്. ഒറ്റ ഒരു കഥയും കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഇത് ഭാവനയിലുള്ളൊരു കഥയാണ്. ബെത്ലഹേമിൽ യേശു ജനിച്ചപ്പം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു മീഡിയ ടീം അങ്ങോട്ട് പോയി. പത്രക്കാരുണ്ടായിരുന്നു, എല്ലാം റിപ്പോർട്ടേഴ്സാണ്. ഇന്നത്തെ പോലെ മറ്റേ കോലും പിടിച്ചുകൊണ്ട് പോകുന്ന റിപ്പോർട്ട് അന്ന് ഇതില്ലായിരുന്നു, ടി വി. അന്ന് ആ കൂടി ഉണ്ടായിരുന്ന BBC-യുടെ ഒരു ഫോട്ടോഗ്രാഫറിൻ്റെ ഒരു ക്യാമറ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് എല്ലാവരും ചെന്ന് റിപ്പോർട്ട് ഇൻ്റർവ്യൂ ചെയ്തു. മറിയെ എങ്ങനെയായിരുന്നു ഇത് സമ്മതിക്കാൻ തോന്നിയത്? ഒത്തിരി അപമാനമൊക്കെ സഹിച്ചല്ലേ? മിസ്റ്റർ ജോസഫ് എങ്ങനെയുണ്ടായിരുന്നു താങ്കൾക്ക് എങ്ങനെ തോന്നിയത് ദൂതം വന്നു പറഞ്ഞപ്പോൾ? ഓക്കെ. ഇടയന്മാരടുത്ത് നിങ്ങളിത് എങ്ങനെ വന്നത്? ഓക്കെ. അത് വിദ്വാന്മാരുടെ അടുത്ത് നിങ്ങൾ എങ്ങനെയാണ് നക്ഷത്രമല്ലേ, വഴിതെറ്റി എവിടെയൊക്കെ പോയല്ലേ? അതൊക്കെ എഴുതി. എല്ലാം കഴിഞ്ഞപ്പോൾ അവസാനം പറഞ്ഞ് ശരി നമുക്കൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കണം. അപ്പോഴത്തേക്കും BBC-യുടെ ഫോട്ടോഗ്രാഫർ സ്റ്റാൻഡിൽ വെച്ച് മറ്റേ തലയിൽ കൂടെ തുണിയൊക്കെ ഇട്ട് മറ്റേ അറിയാമല്ലോ പഴയ സാധനം എല്ലാം സെറ്റ് ചെയ്ത്, മറിയ ഒന്ന് സൈഡിൽ ഇങ്ങനെ ചരിഞ്ഞ്, ജോസഫ് ഒന്ന് ചേർന്ന് നിന്നേ ഇങ്ങോട്ട്. മറിയ ആ കുഞ്ഞിനെ എടുത്ത് മടി. ശരി. ആട്ടിടയന്മാർ ബാക്കിലോട്ട് ഇവിടെ വന്നേ. ദൂതൻ അവിടെ ബാക്ക് ഡ്രോപ്പിലവിടെ. ശരി. ഒരു ആട്ടുംകുട്ടി ആട് വേണ്ട പോട്ട്, ആട്ടുംകുട്ടി അതോണ്ടിക്കട്ടെ. ഒരു പശു ഇവിടെ അങ്ങോട്ട്. ശരി. നക്ഷത്രം ഉണ്ടല്ലോ അല്ലേ എല്ലാം. ശരി. ഫ്രെയിമിലെല്ലാം ആയല്ലോ. ഓക്കെ, റെഡി? ക്ലിക്ക് ചെയ്യാൻ പോവാ. റെഡി? 1 എല്ലാം ഇങ്ങോട്ട്. ജോസഫ് ഇങ്ങോട്ട്. ഓക്കെ. എല്ലാം പറഞ്ഞ് ക്ലിക്ക് ചെയ്യാൻ പോയപ്പം ഒരു പ്രശ്നം.
യേശു കുഞ്ഞിനറിയാമോ ഇത് ഫോട്ടോ എടുക്കുകയാണ്, ഫോട്ടോ സെഷനാണെന്ന് അറിയത്തില്ല. യേശു ഒറ്റ കരച്ചിൽ, ഒരു കീറൽ. യേശു അങ്ങോട്ട് കുഞ്ഞ് കരഞ്ഞപ്പം അവിടെ എടുത്ത് മാറ്റെന്ന് പറഞ്ഞ് പെട്ടെന്ന് അവിടെ നിന്ന് വെളിയിൽ നിന്ന് ഒരാൾ പെട്ടെന്ന് പ്രോപ്പ് എടുത്ത് മാറ്റുന്ന പോലെ അങ്ങ് മാറ്റി, ക്ലിക്ക് ചെയ്തു. അടുത്ത ദിവസം ലോകമ്പാടുമുള്ള എല്ലാ പത്രങ്ങളിലും ഫ്രണ്ട് പേജിൽ ബത്ലഹേമിലെ ആ തിരുപ്പിറവിയുടെ ഫോട്ടോ വന്നു. പക്ഷെ ആ ഫോട്ടോയിൽ ആരില്ല? ഇന്നത്തെ ക്രിസ്മസും അത് തന്നെ. എല്ലാവരും ഇപ്പം രാവിലെ വന്നിട്ട് നിങ്ങളും പലരും എനിക്ക് മെറി ക്രിസ്മസ്. സത്യം പറഞ്ഞാൽ നമ്മൾ എന്താ പറയുന്നത്? ക്രൈസ്റ്റ്ലെസ് ക്രിസ്മസ്. എന്താണ്? ക്രിസ്തുവില്ലാത്ത ക്രിസ്മസ് ആണെന്ന് ശരിക്കും പറഞ്ഞ ലോകമാണ്. എൻ്റെ ചോദ്യം, ഡു യു ഹാവ് ക്രൈസ്റ്റ് ഇൻ യുവർ ക്രിസ്മസ്? നിങ്ങളുടെ ക്രിസ്മസിൽ ക്രിസ്തു ഉണ്ടോ? ക്രിസ്തു ഒഴികെ എല്ലാവരും ഉണ്ട്. ഉച്ചയ്ക്ക് ബിരിയാണി ഉണ്ടോ? ഉണ്ട്. കേക്ക് കഴിച്ചോ? കഴിച്ചു. വീട്ടിൽ സ്റ്റാർ ഇട്ടോ? ഇട്ടു. ട്രീ വെച്ചോ? അതും വെച്ചു. ഇന്ന് രാവിലെ നേരം വെളുത്ത് കുത്തിയിരുന്ന് എത്ര പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചു വാട്സാപ്പിൽ കൂടെ? അതും ചെയ്തു. പക്ഷെ ആര് മാത്രമില്ല? ക്രിസ്തു മാത്രമില്ല. സോ ഇഫ് ക്രൈസ്റ്റ് വാസ് ദ ഗിഫ്റ്റ്, my question is, did you receive any gift during this Christmas? ഇന്നിവിടെ വന്നവർക്കെല്ലാം ഞങ്ങളൊരു നല്ല വില കൂടിയൊരു ഗിഫ്റ്റ് തരുന്നുണ്ട്. അതിവിടെ പൊതിഞ്ഞ് പുറത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ പോകുന്ന വഴിക്ക് ഓരോന്ന് എടുത്തുകൊണ്ട് പോകണമെന്നല്ല. ആ ഗിഫ്റ്റ് യേശു ക്രിസ്തുവാണ്. ആ യേശു ക്രിസ്തുവിനെ, അത് ഞങ്ങളാരും തരുന്ന ഗിഫ്റ്റല്ല, ഞങ്ങൾക്ക് ആർക്കും തരാൻ പറ്റും. ഒരു ചർച്ചിനും ഒരു സഭയ്ക്കും സമൂഹത്തിനും ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല. ഒരു മാർപ്പാപ്പയ്ക്കും കൊടുക്കാൻ പറ്റത്തില്ല, ഒരു ബിഷപ്പിനും ഒരു പാസ്റ്റർക്കും കൊടുക്കാൻ പറ്റത്തില്ല. ഇത് കൊടുക്കാൻ പറ്റിയത് ഒരേ ഒരാൾ, പിതാവായ ദൈവമാണ്. ആ പിതാവായ ദൈവം നമ്മളെ അത്രയധികം സ്നേഹിച്ചതുകൊണ്ട് നമുക്ക് തന്ന ആ ഒരു ദാനമാണ് യേശു ക്രിസ്തു. ഇന്നെന്നെ കേൾക്കുന്ന ആരെങ്കിലും, ബ്രദറെ, നിങ്ങൾ വിചാരിക്കുന്നില്ല ഞാൻ അങ്ങനത്തെ ഒരു നല്ല മനുഷ്യല്ല, ഞാൻ ഒത്തിരി പാവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ഞാൻ ഒത്തിരി എൻ്റെ ജീവിതത്തിൽ പുറകോട്ട് ചിന്തിച്ചപ്പോൾ ഒത്തിരി മോശം അനുഭവങ്ങളാണ് എൻ്റെ ജീവിതത്തിലുള്ളത്, എനിക്ക് ഒത്തിരി, ഞാനൊരു മുറിഞ്ഞ ഒരു വ്യക്തിയാണ്, ഒത്തിരി വേദനകൾ കൊണ്ടു നടക്കുന്ന ഒരാളാണ്, ഒത്തിരി അപമാനിക്കപ്പെട്ട നിന്ദിക്കപ്പെട്ടുള്ള വ്യക്തിയാണ്, ഒരുപാട് ചരിത്രം പുറകോട്ട് പറയാനുണ്ട്. മൈ ഹോൾ ലൈഫ് ഈസ് എ മെസ്. യെസ്, ആയിരിക്കാം. എൻ്റെ ഹൃദയം നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഞാനിങ്ങനെ ചിരിച്ചൊക്കെ ഇരിക്കുന്നെങ്കിൽ എൻ്റെ ഹൃദയം വളരെ ദുഷ്ടനാണ്. അതെ, ഒക്കെയാണ്. ആ ഇരുണ്ട, ഏറ്റവും നാറ്റം പിടിച്ച, ഏറ്റവും മോശമായ ആ പുൽത്തൊട്ടിയിലാണ് യേശു കുഞ്ഞ് ജനിച്ച് കിടത്തിയതെങ്കിൽ ഇന്ന് ഏറ്റവും വൃത്തികെട്ട ഈ ഹൃദയത്തിനുള്ളിലേക്കാണ് യേശു ജനിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നത്. 2000 കൊല്ലം മുമ്പ് അവിടെ യേശു ബത്ലഹേമിൽ ജനിച്ചു. ഇന്ന് ഈ 2025 ഡിസംബർ 25 എൻ്റെയും നിങ്ങളുടെ ഹൃദയത്തിൽ യേശു ജനിക്കണം. ഈ നിങ്ങളുടെ ഹൃദയത്തിൽ ആ യേശു ഇതുവരെയും ജനിച്ചിട്ടില്ല എങ്കിൽ ഇന്നത്തെ ഈ ക്രിസ്മസ് ദിവസം നിങ്ങളെ സംബന്ധിച്ചോളം ഒരിക്കലും മറക്കാനാവാത്തൊരു ദിവസമാക്കി ദൈവം മാറ്റും. നിങ്ങളുടെ എല്ലാം ബർത്ത്ഡേ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ജന്മദിവസം. അങ്ങനെയെങ്കിൽ ഇന്ന് മുതൽ ഓർക്കാൻ എളുപ്പമുണ്ട്. ക്രിസ്തുവിൻ്റെ ജനനാൾ ക്രിസ്മസ് നിങ്ങളുടെയും വീണ്ടും ജനനാളായിട്ട് മാറും. ഇന്നത്തെ ഈ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത, ഭാഗ്യനാളായിട്ട് ദൈവം മാറ്റും. എന്താണ് ആ ഭാഗ്യം? യേശു എൻ്റെ പാപം എല്ലാം തീർത്ത് തന്ന നാൾ. എത്ര പേര് പ്രാർത്ഥിക്കും, യേശുവേ എൻ്റെ ഹൃദയത്തിലേക്ക്. ഇതിനു വേണ്ടി ചെയ്യേണ്ടെന്ന ഒറ്റ കാര്യം, നിങ്ങളാരും മതം മാറിക്കളയരുത്. ക്രിസ്തു ഒരിക്കലും മതം മാറാൻ ആരെയും പ്രോത്സാഹിപ്പിച്ചില്ല. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പ് തന്നെയാണ്. അത് കാൾ മാർക്സ് പറഞ്ഞത് സത്യമാണ്. മതങ്ങളൊക്കെ മനുഷ്യൻ സൃഷ്ടിച്ചതാണ്. പക്ഷേ യേശു വന്ന് പറഞ്ഞു, എല്ലാ യുഗപുരുഷന്മാരും വന്നിട്ട് എന്താ പറഞ്ഞതെന്നറിയാമോ? ഞങ്ങൾ മോക്ഷത്തിലേക്കുള്ള വഴി കാണിച്ചു തരാം, ഞങ്ങൾ മാർഗം കാട്ടിത്തരാം. പക്ഷേ യേശു വന്നിട്ട് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകും. ഐ ആം ദ വേ, ഐ വിൽ ഷോ യു ദ വേ എന്നല്ല, ഐ ആം ദ വേ. അങ്ങനെ പറഞ്ഞ മറ്റൊരു യുഗപുരുഷനില്ല. അങ്ങനെയെങ്കിൽ ആ യുഗപുരുഷനായ യേശു ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുവാൻ ഒറ്റൊരു പ്രാർത്ഥന,
അത് ഹൃദയത്തിൽ നിന്ന് വിശ്വസിച്ച് വായുകൊണ്ട് പറയേണ്ട ഒരു പ്രാർത്ഥനയാണ്, പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന. എന്താണ് ആ പ്രാർത്ഥന? ഒന്നാമത് അതിനൊരു യോഗ്യത വേണം. എന്താണ് യോഗ്യത? മിനിമം ഞാനൊരു പാപിയായിരിക്കണം. അതെന്തായാലും നമ്മളാണ്, അല്ലേ? ഒരു സ്ത്രീയിൽ ജനിച്ച നമ്മൾ ഓരോരുത്തരും പാപികളായിട്ടാണ് ജനിക്കുന്നത്. നമ്മൾ പാപം ചെയ്തിട്ടല്ല പാപികളാവുന്നത്, പാപികളായതുകൊണ്ടാണ് പാപം ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ പാപത്തിനൊരു ശിക്ഷ പിതാവായ ദൈവം വിധിച്ചിരുന്നു, അത് മരണശിക്ഷയാണ്. ഏതാണ് മരണം? ഈ ശരീരത്തിലെ മരണമല്ല, ദൈവത്തിൽ നിന്ന് എന്നേക്കും അന്യപ്പെട്ടു പോകുന്ന ഒരു മരണം, ഒരവസ്ഥ. അപ്പം ദൈവത്തെയും നമ്മയും ഒന്നിപ്പിക്കാൻ, ചേർക്കുവാൻ, റിക്കൺസൈൽ ചെയ്യുവാൻ, നിരപ്പിക്കുവാനാണ് യേശു ക്രിസ്തു ക്രൂശിൽ വന്ന് നമുക്ക് പകരമായി മരിച്ചത്. ആ ഒരു സദ്വർത്തമാനമാണ് ഇന്ന് ദൈവം നമ്മോട് കേൾപ്പിച്ചത്. എൻ്റെ ഹൃദയത്തിൻ്റെ ഇരുട്ടിലേക്ക്, എൻ്റെ ഹൃദയത്തിൻ്റെ ദുഷ്ടതയിലേക്ക്, എൻ്റെ പഴയകാലത്തെ വേദനകളിലേക്ക് എനിക്കൊരു മോചനമില്ലയോ, എൻ്റെ രോഗം, എൻ്റെ ശരീരം തന്നെ വല്ലാത്ത അവസ്ഥയിലാണെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇന്ന് ആ യേശു നിങ്ങളുടെ ഹൃദയത്തിൽ വന്ന് ജനിക്കുമെങ്കിൽ ഒരു വലിയ സമാധാനം. അത്യുന്നതങ്ങളിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഇന്ന് ദൈവത്തിൻ്റെ പ്രസാദം നമുക്ക് ലഭിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമുക്ക് സമാധാനം ലഭിക്കും. എല്ലാവരും ദൈവസന്നിധിയിൽ കണ്ണുകളൊന്നൊരു നിമിഷം അടച്ചാട്ട്. എല്ലാവരും കണ്ണുകളൊന്ന് അടച്ചാട്ട്. ഒരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. നിങ്ങൾ സമാധാനമില്ലാത്തൊരു വ്യക്തിയായി ഇങ്ങോട്ട് കടന്നു വന്നെങ്കിൽ, ഒരുപക്ഷെ സന്തോഷം യാന്ത്രികമായിട്ടിങ്ങനെ അഭിനയിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ, യഥാർത്ഥ സന്തോഷം, യഥാർത്ഥ സമാധാനം നമുക്ക് തരുവാൻ കഴിയുന്ന ഒരേ ഒരുവനേ ഉള്ളൂ, അത് യേശു ക്രിസ്തുവാണ്. അവൻ സമാധാന പ്രഭുവാണ്. അങ്ങനെയെങ്കിൽ ആ സമാധാന പ്രഭുവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുവാൻ നമ്മൾ എവിടേക്കും നടന്ന് ചെല്ലണ്ട, ഒരു മലയും ചവിട്ടിക്കയറണ്ട, ഒരു തിരിയും കൊളുത്തണ്ട, ഒരു മെഴുതിരിയും കത്തിക്കണ്ട, ഒരു ധ്യാനവും കൂടണ്ട, ഒരു നേർച്ച കാർച്ചകളും കഴിക്കണ്ട. ഹൃദയത്തിൽ നിന്നൊരു പ്രാർത്ഥന ഇങ്ങനെ പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥന: യേശുവേ, അങ്ങയെക്കുറിച്ച് ഞാനിന്ന് കേട്ടു, ഞാനൊരു പാപിയാണെന്ന് സമ്മതിക്കുന്നു, എൻ്റെ പാപം എന്നോട് ക്ഷമിക്കണമേ, എൻ്റെ ഹൃദയത്തിലേക്ക് അവിടെ നിന്ന് കടന്നു വരണമേ, അങ്ങേ ഞാൻ എൻ്റെ രക്ഷകനായും എൻ്റെ കർത്താവുമായും ഞാനിതാ സ്വീകരിക്കുന്നു. ഇന്നു മുതൽ ഞാൻ അങ്ങേയ്ക്കായി ജീവിക്കും എന്നൊരു പ്രാർത്ഥന നിങ്ങൾ ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ മനസ്സിനൊരു വലിയ മാറ്റമാണ് സംഭവിക്കുന്നത്. അതാണ് മനം മാറ്റമെന്ന് ഞാൻ പറയുന്നത്, അല്ലാതെ മതം മാറ്റമല്ല. നിങ്ങളുടെ പേര് പഴയത് തന്നെയാണ്, നിങ്ങളുടെ പുറമേയുള്ള സാഹചര്യങ്ങളൊക്കെ അതുപോലെ തന്നെയാണ്. പക്ഷേ നിങ്ങളുടെ അകത്തൊരു വലിയ സമാധാനം ഉണ്ടാവും, ഒരു വലിയ സന്തോഷം നിങ്ങളുടെ ഉള്ളിൽ വരും. നിങ്ങൾ അങ്ങനെ യേശുവിനെ സ്വീകരിക്കുന്ന ആ നാളിനെ ഞങ്ങൾ പറയും ഭാഗ്യനാൾ, ഭാഗ്യനാൾ, യേശു എൻ പാപം തീർത്ത നാൾ. അങ്ങനെ പ്രാർത്ഥിക്കുവാൻ ആർക്കെങ്കിലും മനസ്സുണ്ടെങ്കിൽ, ഞങ്ങൾ ഒരിക്കലും ആരെയും നിർബന്ധിക്കുകയില്ല. പക്ഷെ ദൈവത്തിൻ്റെ സ്നേഹം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങളെ നിർബന്ധിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അങ്ങനെ ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നവർ ഈ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ഒരു നല്ല അവസരം, ഞങ്ങളെ ഓൺലൈനിൽ കേൾക്കുന്നവരും ദയവായി നിങ്ങൾ ഇരിക്കുന്നിടത്തിരുന്ന് കണ്ണടച്ച് ഞാൻ ഈ പറഞ്ഞിരുന്ന പ്രാർത്ഥന നിങ്ങൾ ഹൃദയം കൊണ്ട് ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ യേശുവേ, ഞാനൊരു പാപിയാണെന്ന് സമ്മതിക്കുന്നു. എൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങ് 2000 കൊല്ലം മുമ്പ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഒരു കൊച്ചു കുഞ്ഞായി, ഒരു ശിശുവായി ആ പശുത്തൊട്ടിയിൽ കിടന്ന് ഒരു വീട്ടിൽ വളർന്ന് 33 ചില്വാനം വർഷം ജീവിച്ച് ഒടുവിലെ കുരിശിൽ എൻ്റെ സ്ഥാനത്ത് എനിക്ക് പകരമായി മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്ന് സ്വർഗത്തിൽ പിതാവിൻ്റെ വലതുഭാഗത്ത് ഇരുന്നു കൊണ്ട് എനിക്ക് വേണ്ടി അപേക്ഷിക്കുന്നുവെന്നും എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മടങ്ങി വരുമെന്നും കേട്ടു. ആ യേശുവിനെ എൻ്റെ രക്ഷകനും
എൻ്റെ കർത്താവുമായി ഞാൻ സ്വീകരിക്കുന്നു. ഞാൻ ഈ പറയുന്ന ഈ പ്രാർത്ഥനയുടെ ഈ വാചകം വളരെ പ്രധാനമാണ്. യേശുവേ, എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. വായി തുറന്ന് നിങ്ങൾ പറഞ്ഞുകൊള്ളുക. ആ പ്രാർത്ഥന ഇവിടെ ആരും കേൾക്കുന്നില്ല, ഞങ്ങളാരും അത് റെക്കോർഡ് ചെയ്യുന്നില്ല. പക്ഷേ സ്വർഗം അത് കേൾക്കുന്നു, ദൈവം അത് കേൾക്കുന്നു. നിങ്ങളുടെ ആ പ്രാർത്ഥനാ സ്വരം ദൈവത്തിൻ്റെ ചെവിയിൽ ചെന്ന് വീഴുന്നുണ്ട്. കാത് കേൾക്കാത്തൊരു ദൈവമല്ല, ജീവനുള്ള ദൈവത്തെയാണ് നമ്മൾ വിളിക്കുന്നത്. ആ ദൈവത്തിന് മുമ്പിൽ നിങ്ങളുടെ ആ നിലവിളി ചെന്നെത്തട്ടെ. യേശുവേ, അങ്ങേ ഞാൻ സ്വീകരിക്കുന്നു. യേശുവേ, എൻ്റെ ഹൃദയത്തിലേക്ക് അവിടുന്ന് കടന്നു വരണമേ. യേശുവേ, എൻ്റെ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണമേ. യേശുവേ, എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് കടന്നു വന്നതിനായിട്ട് നന്ദി. എൻ്റെ പാപങ്ങൾ അങ്ങ് ക്ഷമിച്ചതിനായിട്ട് നന്ദി. ഇന്നു മുതൽ ഞാൻ അങ്ങേയ്ക്കായി ജീവിക്കും, അങ്ങയെ സ്നേഹിക്കും, അങ്ങയെ സ്തുതിക്കും, അങ്ങയുടെ അപദാനങ്ങൾ വാഴ്ത്തും, അങ്ങയെ ആരാധിക്കും. എൻ്റെ പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി. ആമേൻ. അങ്ങനെ പ്രാർത്ഥിച്ചുവെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി യേശു നിങ്ങളുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞു. നിങ്ങളുടെ പാപം ക്ഷമിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും തന്നു കഴിഞ്ഞു. ഒരുപക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും ഫീൽ ചെയ്യണമെന്നില്ല. ക്രിസ്തീയ ജീവിതം വിശ്വാസത്താലാണ്, കണ്ടല്ല ക്രിസ്തീയ ജീവിതം. എന്തെങ്കിലും ഫീൽ ചെയ്തുമല്ല, വിശ്വാസത്താലാണ്. വചനം പറയുന്നു, വായ് കൊണ്ട് ഏറ്റുപറഞ്ഞ് ഹൃദയത്തിൽ നിന്ന് വിശ്വസിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചുവെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി യേശു നിങ്ങളുടെ പാപം ക്ഷമിച്ച് നിങ്ങളുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞു. എൻ രക്ഷകാ, എൻ ദൈവമേ, നിന്നിലായ നാൾ ഭാഗ്യമേ, എന്നുള്ളത്തിൽ സന്തോഷത്തെ എന്നും ഞാൻ കീർത്തിച്ചിടട്ടെ. ഭാഗ്യനാൾ, ഭാഗ്യനാൾ, യേശു എൻ പാപം തീർത്തനാൾ. ഭാഗ്യനാൾ, ഭാഗ്യനാൾ, യേശു എൻ പാപം തീർത്തനാൾ. അനുഭവമുള്ള എല്ലാവരും എൻ്റെ പാപം ക്ഷമിച്ചു തന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു. അതിൻ്റെ അർത്ഥം ഇനി പാപത്തിൻ്റെ കുറ്റബോധത്തോടുകൂടി എനിക്ക് ജീവിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ പാപത്തിൻ്റെ കുറ്റം എൻ്റെ ദൈവം എനിക്ക് ക്ഷമിച്ചു തന്നു. എൻ്റെ പാപത്തിൻ്റെ ശിക്ഷയായ മരണശിക്ഷ എൻ്റെ യേശു അത് എനിക്ക് പകരമായി 2000 കൊല്ലം മുമ്പ് ആ ക്രൂശിൽ കൊടുത്ത് തീർത്തു കഴിഞ്ഞു. അവിടെ ഞാൻ ഇന്ന് സ്വതന്ത്രനായി. ഇന്ന് ഞാൻ എന്നെ വെറുതെ വിട്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളൊരു സന്തോഷമാണ് ക്രിസ്തീയ ജീവിതം. പ്രിയപ്പെട്ടവരെ, കർത്താവേ, ഇന്ന് ഈ വചനം കേട്ട ഈ പ്രിയപ്പെട്ട എല്ലാവരെയും, ഞങ്ങളെ ഓൺലൈനിൽ കേട്ടവരെയും ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവർ യാദൃച്ഛികമായിട്ട് ഇങ്ങോട്ട് കയറി വന്നതല്ല. അവർ കർത്താവെ അങ്ങ് കൈക്ക് പിടിച്ച് കൊണ്ടുവന്നതിനായിട്ട് സ്തോത്രം. അവരെ അങ്ങ് അത്രയ്ക്ക് സ്നേഹിക്കുന്നതിനായിട്ട് സ്തോത്രം. അവരെക്കുറിച്ച് അങ്ങേക്ക് അത്രയ്ക്ക് പദ്ധതികളുള്ളതിനായിട്ട് സ്തോത്രം. അവരുടെ ഭാവിയെ അങ്ങ് കരുതുന്നതിനായിട്ട് സ്തോത്രം. അവരെ ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ച് ഞങ്ങൾ അയക്കുന്നപ്പാ. അവരെ അനുഗ്രഹമാക്കി മാറ്റണം. ഈ പുതിയ വർഷത്തിലേക്ക് അവർ പ്രവേശിക്കുമ്പോൾ പുതിയ അനുഗ്രഹങ്ങളും പുതിയ നന്മകളും കർത്താവെ അവർക്ക് കൊടുക്കണമേ. ശരീരത്തിൽ ക്ഷീണിതരായി രോഗികളായി ആരെങ്കിലും വന്നുവെങ്കിൽ അവരെ അവിടുന്ന് തൊട്ട് സൗഖ്യമാക്കി ബലപ്പെടുത്തി അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മനസ്സിന് സമാധാനമില്ലാതെ ആരെങ്കിലും വന്നുവെങ്കിൽ ഇന്ന് അവർക്ക് വലിയ സമാധാനവും സ്വസ്ഥതയും കൊടുത്തതിനായിട്ട് നന്ദി കർത്താവേ. അവരുടെ ആവശ്യങ്ങളെല്ലാം അവിടെ നിറവേറ്റിക്കൊടുത്ത് അവരെ നീ സ്നേഹിക്കുന്നു എന്ന് കർത്താവെ വരുന്ന ആളുകൾ അവർക്ക് തന്നെ മനസ്സിലാക്കത്തക്കവണ്ണം
ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ അനുദിനം കാണപ്പെടുവാൻ അവർക്കിടയാക്കണമേ. പ്രാർത്ഥന കേട്ടിരിക്കാല സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ. ഇന്നത്തെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ തുടർന്നും കേൾക്കുവാൻ ദയവായി ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിലൂടെ നമ്മുടെ രക്ഷിതാവും കർത്താവും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവുമായിട്ടുള്ള ദൃഢമായ ബന്ധത്തിൽ വളരുവാൻ അത് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.